हरे कृष्णा सर्वम कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा പവനപുരേശൻ की जय। ഓം ശ്രീ മാത്രേ നമഃ। ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. നെറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ചെന്നൈയിൽ കുറച്ച് മഴയുണ്ട്, നെറ്റ്വർക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ ചെയ്യാല്ലേ, നോക്കാം നമുക്ക്. ഇപ്പം ശരിയാവും. നല്ല പാട്ടായിരുന്നു അല്ലേ, കേട്ട് ആസ്വദിച്ച് വരുമ്പോഴേക്കും നെറ്റ്വർക്ക് പോയി. സാരമില്ല, വരും. ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ മഴയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇനി നമ്മുടെ വൈഫൈ നമുക്ക് നടുവിൽ വെച്ച് പണി തരുമോ എന്ന് അറിയില്ല, എങ്കിലും നോക്കാം. ഓക്കെ. ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, ഷെയറിങ് വളരെ കുറവാണ്. മോശം. ഇപ്പോൾ ഞാൻ കൃത്യമായി ക്ലാസ് എടുത്തു തുടങ്ങിയപ്പം നിങ്ങൾ ഷെയറിങ് വളരെ താഴേക്ക് കൊണ്ടുപോയി. ശരിയാണോ അതോ തെറ്റാണോ? പ്രസന്നാമയ്ക്ക് ബ്ലോക്കാണ്. ഇനി വേറെ ആർക്കെങ്കിലും ബ്ലോക്ക് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. നമ്മളുടെ ലക്ഷ്യം തന്നെ പ്രചരണമാണ്, അത് മറക്കരുത്. മാക്സിമം റീച്ചിങ് ചെയ്യുക എന്നുള്ളതാണ് ഇസ്കോണിൻ്റെ പരമപ്രധാനമായിരിക്കുന്ന ലക്ഷ്യം. നമ്മൾ ഇസ്കോൺ ഫോളോവേഴ്സാണ്. സോ അതിനാൽ മാക്സിമം തന്നെ എല്ലാവരും എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല. നല്ല പാട്ടല്ലേ, പക്ഷേ എന്താ പറയുക, അത് കൃത്യമായിട്ട് ആസ്വദിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം ഈ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കൊണ്ട്. സാരമില്ല, നമുക്കിനി വരും കാലങ്ങളിൽ നല്ല നല്ല പാട്ടുകൾ കേട്ട് ആസ്വദിക്കാം. ഷെയർ ചെയ്യുന്നുണ്ട്. സ്ലോ കണക്ഷൻ എന്നൊക്കെ എഴുതി കാണിക്കുന്നത് എന്താണാവോ, എന്തോ നോക്കാം. എന്തായാലും നമുക്ക് ഗീത എടുക്കാം. ഗീതയാണോ മഹാഭാരതമാണോ വേണ്ടത്? ആദ്യം പറയുന്ന 5 സൗണ്ട് കുറവായിട്ട് തോന്നുന്നു. അയ്യോ, ഇനിയും സൗണ്ട് കുറവാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മാക്സിമം ശബ്ദമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമസ്തേ ഇന്ദിരാ മാതാജി. ഇപ്പോഴും കുറവാ? പ്രഭാതമഞ്ജരിയുടെ ആൾ വന്നല്ലോ, ദേവദാസ് പ്രഭു. അങ്ങ് തുടങ്ങി വെച്ചതാണ് ഈ പ്രഭാതമഞ്ജരിയും ഗാനമഞ്ജരിയും ഒക്കെ. ഇപ്പൊ എന്തായി? എവിടെ എത്തി? ഇപ്പൊ ഡെയിലി ഞാൻ പോസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയായി. സൗണ്ട് കുറവാണോ? മൈക്ക് എടുക്കേണ്ടി വരുമോ? വേണ്ടി വരുമോ? ബിന്ദുമ്മേ, നമ്മുടെ ക്ലാസ് എടുക്കുമ്പോഴുന്ന മൈക്ക് എന്തിയേ? അതല്ല അത് ചാർജ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇങ്ങനെ വയേർഡ് ആയിട്ടുള്ള ഒരു മൈക്ക് ഉണ്ടായിരുന്നില്ലേ, വയറോട് കൂടിയുള്ളത്. നോക്കിക്കേ, അവിടെ എവിടെയെങ്കിലും ആ റൂമിൽ അവിടെ എവിടെയെങ്കിലും കാണും. ഇപ്പൊ കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇല്ലയെന്നാണെങ്കിൽ നമുക്ക് നാളെ ഒരു മൈക്ക് വാങ്ങാം. ഇവിടെ മൈക്ക് ഇല്ല എങ്കിൽ. കേൾക്കുന്നുണ്ടോ? ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ആരൊക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ എനിക്ക് കാണാൻ പറ്റും. അതറിയോ നിങ്ങൾക്ക്? നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എനിക്കത് കാണാൻ പറ്റും. ഇപ്പോഴും സൗണ്ട് കുറവായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ കേൾക്കാമോ? സൗണ്ട് ഉണ്ട്. ഉണ്ട്. ഞാൻ മറക്കില്ലല്ലോ, എനിക്ക് പണി തന്നിട്ട് പോയതല്ലേ ദേവദാസ് പ്രഭു. അപ്പൊ ഞാൻ മറക്കുവോ? ഇല്ലേ? ഉണ്ട്, വയറുള്ള മൈക്ക് ഉണ്ട്. നോക്കിയെടുക്കാം. അപ്പം ധന്വൻ പ്രണാമം പ്രഭുജി. കേൾക്കാം.
അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് എടുക്കുന്നത് ഭഗവത്ഗീതയാണ്. അതെനിക്ക് തോന്നുന്നു ആ കുട്ടി ഫാൻ വെച്ചതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ കുറച്ച് പ്രയാസം തോന്നിയത്. ക്ഷമിക്കണം, ഇവിടെ ചൂടുമുണ്ട്. എനിക്ക് ഡോർ അടച്ചു കഴിഞ്ഞാൽ കുറച്ച് ചൂടുണ്ട്. ഒരു മിനിറ്റേ, അതുകൊണ്ടാണ് കുറച്ച് ഇതായത്. ഞാൻ ഇപ്പം ശരിയാക്കി തരാം. ഇപ്പോഴോ? രാജി മാതാജി ചോദിക്കുന്ന എന്താ തിരക്കായിരുന്നു? അത് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാനിരിക്കുകയാണ്. ഞങ്ങൾ ക്ലാസ്സൊക്കെ 3 ക്ലാസ്സൊക്കെ കഴിഞ്ഞു. എവിടെയായിരുന്നു? ഇപ്പൊ സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് ഗുരുവായൂർ മഞ്ചേരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 42 49 41. നമുക്ക് ഗുരുവായൂർ മഞ്ചേരീസിലൂടെ ഇന്ന് ഗീതയാണ് പഠിക്കുന്നത്. ഇപ്പൊ കേൾക്കുന്നുണ്ട്. അത് ഫാൻ കുറച്ച് ദൂരെ വെച്ച് ഇപ്പോൾ ശരിയായത് അമ്മ. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അധ്യായം 9 രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന അധ്യായത്തില് നമ്മള് ശ്ലോകം 13 പഠിക്കാൻ പോകുന്നത് കേട്ടോ. ശ്ലോകം 13 മാക്സിമം ഷെയർ ചെയ്യണേ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ക്ലാസ്. രാജി മാതാജി അറിഞ്ഞില്ല, അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നു എവിടെയായിരുന്നു? അതിനുള്ള ഉത്തരം ഞങ്ങൾക്ക് തരും. എവിടെയായിരുന്നു? 3 ക്ലാസ്സിൽ കണ്ടില്ലല്ലോ. അപ്പൊ 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, നമസ്തേപ്പാ, മഹാത്മാനസ്തു മാം പാർത്ഥദൈവീം പ്രകൃതിമാശ്രിത ഭജന്ത്യനന്യാ മനസാ ജ്ഞാത്വാ ഭൂതാദിമവ്യയം എന്ന് പറയുന്നുണ്ട്. എന്താന്ന് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. പതിവ് പോലെ നമുക്ക് നോക്കാം ഭഗവാൻ എന്താ പറഞ്ഞത്. നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ ഭഗവാൻ പറഞ്ഞ എന്താ ചെയ്യാല്ലേ? സംസ്കൃതം ഞങ്ങൾ ആരും പഠിച്ചില്ലല്ലോ. കുറച്ചല്ലേ ഞങ്ങൾ പഠിച്ചത്. ഞങ്ങൾക്ക് കുറച്ചല്ലേ മനസ്സിലാവുക. ഭഗവാൻ ഇത്ര കടുകട്ടി സംസ്കൃതം പറഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും അല്ലേ? പക്ഷേ നമ്മുടെ ശ്രീല പ്രഭുപാജി നമുക്കതിന് മലയാളത്തിൽ നല്ല വിശദീകരണം തന്നിട്ടുണ്ട്. നമുക്ക് അതിലൂടെ പഠിച്ചു പോവാം. അപ്പൊ ഭഗവാൻ പറയുന്നു, മഹാമനസ്തു മാം പാർത്ഥ. പാർത്ഥ എന്ന് വിളിക്കുന്നത് ആരെയാണ്? അർജുനനെയാണ്. അത് നമുക്കറിയാം അല്ലെ. ദൈവീം പ്രകൃതിമാശ്രിതാഹ ഭജന്ത്യ നന്യാ മനസോജ്ഞാധാ ഭൂതാദിമവ്യയം എന്ന് വെച്ചാല്, അല്ലയോ പാർത്ഥ, അർജുനനെ വിളിക്കുകയാണ്. അല്ലയോ പാർത്ഥ, വ്യാമോഹം ബാധിക്കാത്ത വിശിഷ്ടാത്മാക്കൾക്ക് ദൈവീക പ്രകൃതിയിൽ സുരക്ഷിതരാണ്. വ്യാമോഹം എന്താണ്? നമ്മൾ കുറേ സ്വപ്നം കാണും, നമ്മൾ വലിയ ബംഗ്ലാവ് പണിയും, നമ്മൾ വലിയ നിലയിലെത്തും, നമ്മൾ വലിയ സംഭവമാവും എന്നുള്ള വ്യർത്ഥമായ മോഹങ്ങൾ. ഇതെല്ലാം സ്വപ്നം കണ്ടിട്ട് നാളത്തെ ദിവസം നമ്മൾ ഇവിടെ ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പില്ല. കറക്റ്റ് അല്ലേ പറഞ്ഞത്? ചില വ്യക്തികളോട് നമ്മൾ ഇനി മരിച്ചാലും സംസാരിക്കില്ല എന്നൊക്കെ ആണിയിട്ട് അങ്ങോട്ട് പ്രതിജ്ഞ ചെയ്ത് വെക്കും. റബ്ബർ സ്റ്റാമ്പ് അടിച്ചതുപോലൊക്കെ വെക്കും. പക്ഷേ പ്രത്യേക സാഹചര്യം വന്നാല് നമുക്ക് ആ വാക്ക് തിരുത്തേണ്ടി വരും. അപ്പോ എന്താ ഉണ്ടാവുക? അങ്ങനെയുള്ളപ്പോ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ അങ്ങനെയുള്ള വ്യാമോഹങ്ങളൊന്നും തന്നെ പോകാതിരിക്കുക. നമുക്കത് വേണ്ട, വ്യാമോഹങ്ങളൊന്നും വേണ്ട. നടക്കുന്നത് ജീവിതം നടന്നു പോട്ടെ. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. പക്ഷെ കയ്യിൽ വരുന്ന മഹാലക്ഷ്മിയെ സൂക്ഷിക്കുകയും വേണം. നമ്മുടെ മധുസാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർട്ടിസ്റ്റ് മധുസാറിനെ അറിയില്ല എല്ലാവർക്കും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു 70 വയസ്സ് വരെ ജീവിക്കുന്നതാണ് ജാതകത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ 70 വയസ്സായപ്പോഴത്തേക്ക് കാശ് മുഴുവൻ അടിച്ചു പൊളിച്ചങ്ങ് തീർത്തു. ഇപ്പൊ നോക്കിയപ്പോ 70 കഴിഞ്ഞിട്ട് കുറെ വയസ്സായി, ഇപ്പൊ കാശില്ല എന്ന്. അപ്പൊ അതേപോലെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? അദ്ദേഹം തമാശ പറഞ്ഞതാവാം, അല്ലായിരിക്കാം. എന്ത് തന്നെ ആയാലും വളരെ ചിന്തിക്കാനുള്ള ഒരു വാക്കാണ് അതിലുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കയ്യിൽ വരുന്ന മഹാലക്ഷ്മിയെ ഒരിക്കലും നശിപ്പിക്കരുത്, സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് കൈതരാൻ ആരും ഇല്ലാത്ത ഒരു ഘട്ടം വരുമ്പോ ഈ പറയുന്ന ഭഗവാന്റെ വക്ഷസ്ഥാനത്തുള്ള ലക്ഷ്മി മാത്രമായിരിക്കും നമുക്ക് സഹായത്തിനെത്തുന്നത്. അതുകൊണ്ട് അത് വളരെയധികം സൂക്ഷിക്കുക. മനസ്സിലായില്ലേ? അപ്പോ വ്യാമോഹമില്ലാത്ത വ്യക്തികൾക്ക് ദൈവീക കൃപ ലഭിക്കുന്ന പറയുന്നത്. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊന്നും ഇല്ല. ഒരുപാടെന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹങ്ങളെ വേണ്ട എന്നേ ഞാൻ പറയും. നടക്കുന്നത് പോലെ നടന്നു പോട്ടെ. ഇത്ര കാലവും നമ്മൾ ജീവിച്ചില്ലേ? ഇത്രയും പ്രശ്നങ്ങൾ, നമ്മൾ സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്ത് ഇവിടം വരെ എത്തിയില്ലേ?
ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണോ അടുത്ത ആഴ്ച ഇന്ന പ്രശ്നം വരും, ആ പ്രശ്നത്തെ ഞാൻ ഇങ്ങനെ തരണം ചെയ്യും എന്ന് മുൻവിധിയോടുകൂടിയല്ലല്ലോ നമ്മൾ ജീവിച്ചത്. സ്വാഭാവികമായിട്ട് ആ ഒരു ജീവിതം അങ്ങനെ നടന്നുപോയി. അപ്പൊ അതേപോലെ മുന്നോട്ടുള്ള ദിവസങ്ങളും അതുപോലെ തന്നെ നടക്കും. അതുകൊണ്ട് നമുക്ക് വ്യാമോഹങ്ങൾ ഒന്നും തന്നെ വേണ്ട. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവീക കൃപ ഉറപ്പായിട്ടുണ്ടെന്ന് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മുടെ ഭഗവത്ഗീതയിൽ ഉറപ്പ് തരുന്നുണ്ട്. സർവഭൂതങ്ങൾക്കും ആദി കാരണവും അവ്യനുമായിരിക്കുന്ന പരമപുരുഷനാണെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട്, ഭഗവാൻ പരമ പുരുഷനാണെന്ന് അറിഞ്ഞതുകൊണ്ട് നമുക്കറിയാമല്ലേ. അപ്പോ അവർ എപ്പോഴും ഭക്തിപൂർവം എന്റെ സേവനത്തിൽ മുഴുകുന്നു. ഭഗവാൻ പരമപുരുഷനാണെന്നും സർവഭൂതങ്ങൾക്കും ആദികാരൻ ഭഗവാനാണ്, ബലം ആദി കാരണം ഭഗവാനാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. എല്ലാത്തിനും ബേസ്മെന്റ് ഭഗവാനാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴും ഭഗവാന്റെ സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താണ് പ്രമോദേട്ടാ? അപ്പൊ എപ്പോഴും നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഭഗവാനോട് നമുക്ക് അത്രമേൽ ഒരു ആത്മബന്ധമുണ്ട് ഇല്ലേ. നമ്മൾ എത്ര സന്തോഷത്തോടു കൂടി കളിച്ച് ചിരിച്ച് ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ എത്തിയാലും അവിടെ ആ ലൈൻ നിന്നിട്ടാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ എങ്ങനെ ഉള്ളിൽ കയറിയാലും ഒരു തുള്ളി കണ്ണുനീര് ഒന്ന് തൊണ്ടയിടറാതെ ഒന്ന് നെഞ്ചു പിടക്കാതെ ആ ശ്രീകോവിലിന്റെ മുന്നിൽ നിന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്ന് തിരിഞ്ഞു നടന്നു പോകാൻ കഴിയില്ല. കാരണം ആരോടും പറയാത്തതുമായിരിക്കുന്ന ഉള്ളിൽ വിങ്ങി അലയടിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖങ്ങളും അവിടെ പെയ്തൊഴിഞ്ഞു പോകും. കാരണം എന്താ? നമ്മൾ ആത്മാവ് ഭഗവാനുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പറയണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ മറന്നുപോയി സഹിച്ച് ഇങ്ങനെ മനസ്സിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ പോലും ആ തിരുനടയില് അറിയാതെ ഒന്ന് വിങ്ങിപ്പൊട്ടിപ്പോവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? വലിയൊരു അഭേദ്യമായ ബന്ധം നമുക്ക് ഭഗവാനോടുണ്ട്. ആ തിരുനടയിൽ ആ തിരുമുഖ ദർശനം ലഭിക്കുമ്പോൾ ഒന്നും മറച്ചു വെക്കാൻ കഴിയാതെ ഏറ്റവും പ്രിയപ്പെട്ടവന്റെ മുമ്പിൽ നമ്മുടെ മനസ്സിൽ നിന്ന് അതൊന്ന് കണ്ണുനീർ തുള്ളികളായിട്ട് വീണ് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ആശ്വാസമാണ് അല്ലെ. അത്രയും നേരം ലൈൻ നിന്നതിന്റെ ക്ഷീണം എല്ലാം മാറി ഭഗവാനെ കണ്ട ആ ഒരു ആശ്വാസം. പക്ഷെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല ഭഗവാനോട്. അദ്ദേഹം നമ്മുടെ കയ്യിലേക്ക് ഒന്നും വെച്ച് തന്നിട്ടില്ല. നമ്മൾ കയ്യിലുള്ളത് അവിടെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു അഭേദ്യമായ ബന്ധം അവിടെ എന്തായി? അവിടെ ജീവിക്കുകയാണ് നമ്മൾ അല്ലേ. നമ്മൾക്ക് എന്തോ ഒരു എനർജി വന്ന പോലെയാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ തിരുനട കയറി നമ്മൾ ആ ഭഗവാന്റെ തിരുമുമ്പിൽ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ. തിരുപ്പതിയിൽ ദർശനം എടുത്തവർക്കറിയാം, തിരുപ്പതി ബാലാജിയുടെ മുമ്പിൽ എത്താൻ നമ്മൾ ഒരുപാട് നടന്ന് അവസാനം ബാലാജിയുടെ മുമ്പിൽ എത്തുമ്പോൾ പരിസരം മറന്ന് വിങ്ങിപ്പൊട്ടി പോവാണ് നമ്മൾ അല്ലെ. മൂകാംബിക അമ്മയുടെ നടയിൽ എത്തുന്ന സമയത്തും അറിയാതെ നമ്മൾ അങ്ങ് നെഞ്ചു പൊട്ടി കരയാണ്. അത്ര നാളും മനസ്സിൽ ആരോടും പറയാതെ സൂക്ഷിച്ച വേദനകള്, അനുഭവിച്ച ദുഃഖങ്ങള്, അനുഭവിച്ച അപമാനങ്ങള്, ഇതെല്ലാം നമ്മൾ അവിടെ അങ്ങ് കണ്ണുനീർ തുള്ളികളായിട്ട് അവിടെ സമർപ്പിക്കുകയാണ്. ചോദിക്കാൻ വന്നതൊന്നും ചോദിക്കുന്നില്ല, പറയാൻ വന്നതൊന്നും പറയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ബന്ധം, അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഭഗവാനുമായിട്ടും ദേവിയായിട്ടുണ്ടാവുന്നത്? കാരണം നമ്മൾക്കുള്ളിൽ ജന്മജന്മാന്തരങ്ങളായിട്ട് ഒരു ആത്മാവ് കുടികൊള്ളുന്നുണ്ട് അല്ലെ. പല രൂപത്തിലുള്ള ശരീരം നമ്മൾ സ്വീകരിച്ചാലും അങ്ങനെ ഒരു ആത്മാവ് നമ്മൾക്കുള്ളിൽ ഉണ്ടാവുമ്പം ആ ആത്മാവ് പരമാത്മാവുമായിട്ട് കണക്റ്റ് ആവുകയാണ്. ഏത് ഉറക്കത്തിനിടയിലും ഒരു കുഞ്ഞിന് ആ കുഞ്ഞിന്റെ അമ്മയുടെ സാമീപ്യം അറിയാൻ പറ്റും എന്നതുപോലെ ഏത് തലത്തിലിരുന്നാലും ശരി, ഏത് രൂപത്തിലിരുന്നാലും ശരി, ഏത് ഭാവത്തിലിരുന്നാലും ശരി, ജീവാത്മാവിന് പരമാത്മാവിന്റെ ആ ഒരു സാന്നിധ്യം അറിയാൻ പറ്റും. ആ സാന്നിധ്യമാണ് ജീവാത്മാവ് സ്വീകരിച്ചിരിക്കുന്ന ശരീരത്തിന്റെ കണ്ണുനീർ തുള്ളികളായിട്ട് വരുന്നത്. ആ കണ്ണുനീർ തുള്ളികൾ വരുമ്പോഴാണ് ദൈവിക കൃപയിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവുന്നതും സുരക്ഷിതമായി നമ്മൾ ഇരിക്കുന്നതും. അല്ലാത്തവരെങ്ങനെയാ നോക്കുക? ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ആക്കി അങ്ങ് പോവും. അതൊരു ആത്മബന്ധമല്ല, ഒരിക്കലും അതൊരു ആത്മബന്ധമല്ല. അതാണ് ഭഗവാനുമായിട്ടുള്ള ആ ഒരു ബന്ധം. ഈ ശ്ലോകത്തില് ഒരു മഹാത്മാവിന്റെ വിശുദ്ധമായിരിക്കുന്ന ഒരു ചിത്രീകരണമുണ്ട്. എന്തായിരിക്കുന്നു വെച്ചാല് ദിവ്യശക്തിയാൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രഥമ ലക്ഷണം. മനസ്സിലായില്ലേ? ഒരു ദിവ്യശക്തിയിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ആത്മാവ്
ഭൗതിക പ്രകൃതിക്ക് അധീനനല്ല ഭഗവാൻ. നമ്മളെല്ലാവരും ഭൗതിക പ്രകൃതിയുമായിട്ട് കണക്റ്റ് ആണ്, പക്ഷെ ഭഗവാൻ ഭൗതിക പ്രകൃതിയുമായിട്ട് കണക്റ്റ് അല്ല. ഇതെങ്ങനെ സാധിക്കുന്നു ഭഗവാൻ ഇതുപോലെ ഭൗതിക പ്രകൃതിയുമായി കണക്റ്റ് ആവാതിരിക്കാൻ എന്നുള്ളത് നമ്മൾ 7-ാം അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണന് സ്വയം സമർപ്പിക്കുന്ന ഒരാൾ, നമ്മൾ നമ്മളെ തന്നെ ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ തൽക്ഷണം തന്നെ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഭൗതിക പ്രകൃതിയുടെ അധികാര പരിധിക്ക് നമ്മൾ അധീനനാകും. ഇപ്പോ ഒന്നുമില്ല, ഒരു എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണ്. ഗുരുവായൂർ മഞ്ജരീസ്, മറ്റുള്ളതെല്ലാം വിട്ടുകളയൂ. ഗുരുവായൂർ മഞ്ജരീസ് എന്ന ഈ ഒരു ട്രസ്റ്റിന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപേ നിങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഇല്ലേ? പിന്നീട് നാളിതുവരെ ഈ ക്ലാസ് കേട്ട് കേട്ട് ഇത് എൻ്റെ മഹിമയല്ലാന്ന് ഞാൻ വീണ്ടും പറയുന്നു, ഞാനതിൽ ഒരാളുമല്ല, എനിക്കിതിലൊരു കോൺട്രിബ്യൂഷനും ഇല്ല. ഭഗവാന്റെ വാക്കുകൾ നമ്മൾക്ക്, അതായത് നിങ്ങൾക്കും എനിക്കും ഒരേപോലെ മനസ്സിലാവുന്ന രീതിയിൽ ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചു, അത്രയേ ഉള്ളൂ. അതിനായിട്ട് നമ്മുടെ ആത്മീയ ആചാര്യൻ ശ്രീല പ്രഭുപാജി നമുക്ക് വളരെ നല്ല ഭംഗിയുള്ള വിശദീകരണം തന്നു. ആ വിശദീകരണം ഭഗവാന്റെ വാക്കുകളാണ്. ആ വാക്കുകളിലൂടെ ഈ സത്സംഗത്തിലൂടെ കടന്നു പോയിട്ട് ഇന്നേ ദിവസം എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ജീവിതത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അല്ലെ? പല പല കാര്യങ്ങൾക്കും മാറ്റം സംഭവിച്ചു. ഒരുപാട് നമ്മുടെ ചിന്തകൾ മാറി. ഒരുപാട് ദേഷ്യപ്പെട്ടിരുന്നവരെല്ലാം സൈലന്റ് ആയി. ഒത്തിരി ആഗ്രഹങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചവരെല്ലാം എടുത്തത് ചവറ്റുകൊട്ടയിലിട്ടു. നോൺ വെജിന് അഡിക്ഷൻ ആയിരുന്നവരെല്ലാം അതെല്ലാം നിർത്തി. ഒരു സാത്വികത നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ 4 വർഷത്തെ ക്ലാസ് കൊണ്ട് സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ? ആലോചിച്ച് നോക്കിക്കേ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാനുമായിട്ട് നമ്മൾ അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സത്സംഗം എന്ന് പറയുന്നത്. നമ്മൾ പറയാറില്ലേ, ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം എന്ന്. ആ ശ്രവണത്തിലൂടെ നമ്മൾ ഭഗവാനുമായിട്ട് വലിയൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു അല്ലെ? ആ ബന്ധത്തിലൂടെയാണ് നമുക്ക് ഈ ഭൗതിക പ്രകൃതിയുടെ അട്രാക്ഷനിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ സാധിച്ചത്. അതാണ് നമ്മൾ യോഗ്യത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഭൗതിക പ്രകൃതിയുടെ അധീനതയിൽ നിന്ന് മുക്തനാവാൻ കഴിയുന്നത് എപ്പോഴാണ്? പരമദിവ്യോത്തമ പുരുഷന് സ്വയം സമർപ്പിച്ച ഒരാൾക്ക് മാത്രമേ ഭൗതിക പ്രകൃതിയുടെ ആ ഒരു ബന്ധനത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കൂ. അതിനെ നമ്മൾ ആ വ്യക്തിയുടെ ഏറ്റവും നല്ല യോഗ്യത എന്നാണ് നമ്മൾ പറയുന്നത്. ഇതാദ്യത്തെ കാൽവെപ്പാണ്. മനസ്സിലായില്ലേ? നമ്മൾ നടത്തിയ ആദ്യത്തെ കാൽവെപ്പാണ് ആഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വരിക എന്നുള്ളത്. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിന്റെ പകുതി ഭാരം കഴിഞ്ഞു. അത്രയും വലിയൊരു എന്താ പറയാ, വലിയൊരു മനസ്സിൽ കിടന്ന ഒരു വലിയ ഭാരത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിച്ചു. ആഗ്രഹങ്ങളാണ് നമുക്ക് കൂടുതൽ വിഷമങ്ങൾ തരുന്നത്. ആഗ്രഹങ്ങളില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് വിഷമം? ആരെന്ത് ചെയ്താലും നമുക്ക് കിട്ടേണ്ടത് എന്തായാലും അത് നമുക്ക് കിട്ടും. അത് ദുഃഖമായാലും ശരി, സന്തോഷമായാലും ശരി, അതിന്റെ പിന്നാലെ നമ്മൾ ഓടിപ്പോണ്ട കാര്യമില്ല. ഭഗവാൻ നമ്മൾക്കൊന്ന് തരണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നമ്മൾക്ക് തരും. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രെസ് എടുത്തിട്ട് ടെൻഷൻ അടിച്ചിട്ട് എന്തിനു നമ്മൾ പോണം? നമുക്ക് ആരോടും മത്സര്യ ബുദ്ധിയില്ല. അവരത് ചെയ്തെന്നോർത്ത് നമ്മൾ ഇത് ചെയ്യണമെന്നോ ഒന്നുമില്ല. നമുക്കുള്ളതാണെങ്കിൽ നമുക്കുണ്ട്. ആ മനോഭാവത്തിൽ ഭഗവാന് സ്വയം സമർപ്പണം ചെയ്തു പോകുന്ന വ്യക്തികളെയാണ് കൃഷ്ണാവബോധത്തിൽ നിൽക്കാൻ യോഗ്യതയുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. ഭൗതിക പ്രകൃതിയുടെ അധീനതയിൽ നിന്ന് മുക്തി നേടിയ ഉടനെ തടസ്ഥ ശക്തി എന്ന നിലയിൽ ജീവാത്മാവ് എന്താ ചെയ്യുന്നത്? ആധ്യാത്മിക പ്രകൃതിയുടെ സംരക്ഷണത്തിൽ എത്തിച്ചേരുന്നു. നമ്മൾ ഈ ഭൗതികതയിൽ നിന്നൊന്ന് പുറത്തു വന്നാൽ നമുക്ക് ഭഗവാന്റെ ആ ഒരു തടസ്ഥ ശക്തി അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു ആധ്യാത്മിക പ്രകൃതി ഉണ്ടല്ലോ, അതിൽ നമുക്കൊരു സംരക്ഷണം കിട്ടുകയാണ്. ആ സംരക്ഷണമാണ് നമുക്ക് ധൈര്യമായിട്ട് തോന്നുന്നത്. മനസ്സിലായില്ലേ? എന്തോ നമുക്കൊരു ധൈര്യമുണ്ട് ഇപ്പൊ മനസ്സിന്. മുമ്പത്തെ പോലെയല്ല. മുമ്പൊക്കെ ഞാനൊന്ന് തൊട്ടാൽ കരയുമായിരുന്നു, വിഷമിക്കുമായിരുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പേടി, ഇങ്ങോട്ട് പോകാൻ പേടി, എന്തെങ്കിലും പ്രശ്നം വന്നാൽ തളർന്നു പോകും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. എല്ലാം നേരിടാനുള്ള ഒരു ധൈര്യവും ചങ്കൂറ്റവും നമുക്ക് വന്നിട്ടുണ്ട് ഇല്ലേ? ഈ ധൈര്യം എന്ന് പറയുന്നത് ആധ്യാത്മിക പ്രകൃതിയുടെ വലിയൊരു സംരക്ഷണം, ഒരു പ്രൊട്ടക്ഷൻ നമ്മളിലേക്ക് വന്നതാണ്. കാരണം എന്താ? ആഗ്രഹങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കുന്നുണ്ട്. ദൈവിക പ്രകൃതി എന്നറിയപ്പെടുന്ന ആധ്യാത്മിക മാർഗനിർദ്ദേശമാണിത്. മനസ്സിലായില്ലേ? ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് പുറത്തു വന്നിട്ട് ദൈവിക പ്രകൃതിയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന് സ്വയം സമർപ്പണം ചെയ്ത് ഈ വഴിക്ക് പുരോഗതി പ്രാപിച്ച ഒരാളെ പിന്നീട് നമുക്ക് മഹാത്മാവായിട്ട് കാണാൻ സാധിക്കും. അല്ലാതെ വെറുതെ വേഷം കെട്ടിയിരിക്കുന്ന ഒരാളെ നമുക്ക് മഹാത്മാവെന്ന് വിളിക്കാൻ പറ്റില്ല. നമുക്ക് പതുക്കെ 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 മഹാത്മാവിന്റെ ആ ഒരു ചൈതന്യം നമ്മളിലേക്ക് വരും. പഴയ നമ്മുടെ ഫോട്ടോ എടുത്ത് നോക്കുക, ഇപ്പത്തെ നമ്മുടെ ഫോട്ടോ എടുത്ത് നോക്കുക, എത്രത്തോളം നമ്മൾ മാറിയിരിക്കുന്നു.
പഴയ കാലത്ത് നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആയിരുന്നു നമ്മുടെ സൗന്ദര്യത്തിലും നമ്മുടെ ആരോഗ്യത്തിലൊക്കെ. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ കൂടുതലും നമ്മൾ കൂടുതലും ഇങ്ങനെ എന്താ പറയാ, ഭഗവാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഭഗവാനിലേക്ക് നമ്മൾ അടുക്കും തോറും എവിടെ എത്തുന്നു? ഭഗവാനുമായിട്ട് വലിയൊരു ആത്മബന്ധം നമ്മൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ആത്മബന്ധമാണ് നമുക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ആത്മബന്ധത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നേരിടാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടാവും. നമ്മുടെ മുഖത്ത് നിന്ന് ആ പുഞ്ചിരി മായില്ല. നമ്മൾ ഭൗതിക പ്രകൃതിയിൽ നിന്ന് ആധ്യാത്മിക പ്രകൃതിയുടെ ആ ഒരു സംരക്ഷണത്തിലേക്ക് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ കാൽ വെക്കുകയാണ്. ഇത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഈ മാറ്റം നമുക്കറിയാനേ സാധിക്കുന്നില്ല. ഒരു മഹാത്മാവിന് കൃഷ്ണനിലൊഴികെ മറ്റേത് വിഷയത്തിലും താല്പര്യം ഉണ്ടാവില്ല. ഒരു മഹാത്മാവായി കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുക, കൃഷ്ണന്റെ ഇഷ്ടത്തിന് മുന്നോട്ട് പോവുക. നമുക്ക് എന്ത് വന്നാലും അത് ഭഗവാന്റെ തീരുമാനമാണ് എന്നൊരു മനസ്ഥിതിയോടുകൂടി നഷ്ടങ്ങൾ വന്നാൽ പോലും അത് തല കുനിച്ച് നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മനസ്സിനെ കട്ടിയാക്കിയിട്ട് നമ്മൾ അതിനെ നേരിടും. ഇനി സന്തോഷം വന്നാലും വേഗം വന്ന് അത് കൃഷ്ണന്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. മറ്റൊരു വിഷയത്തിലും നമുക്ക് എന്തുണ്ടാവില്ല? വലിയ വലിയ സന്തോഷങ്ങളോ താല്പര്യമോ ഒന്നും തന്നെ ഉണ്ടാവില്ല. കൃഷ്ണനാണ് ആദി പുരുഷനെന്നും സർവകാരണങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹത്തിന് അറിയാം, ഇല്ലേ? മഹാത്മാവായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാം കൃഷ്ണനാണ് എല്ലാത്തിനും കാരണം. കാലചക്രം പോലും അദ്ദേഹത്തിന്റെ തീരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഞാനെന്ന വ്യക്തിക്ക് ഇവിടെ ഒരു പ്രസക്തിയുമില്ല. ആ കൃഷ്ണൻ തീരുമാനിക്കുന്ന സമയത്ത് ഈ ശരീരമാകുന്ന വസ്ത്രം ഉപേക്ഷിച്ചിട്ട് നമ്മൾ അതുവരെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എന്തെല്ലാം ചെയ്തോ അതെല്ലാം കർമ്മഫലങ്ങളുടെ രൂപത്തിൽ നമ്മളിലേക്ക് വന്നിട്ട് അതെല്ലാം അനുഭവിക്കാൻ വേണ്ടി പുതിയൊരു ശരീരം സ്വീകരിച്ച് പുതിയൊരു സ്ഥലത്ത് നമ്മൾ ജന്മം എടുക്കേണ്ടി വരുന്നു. ആ ജന്മം നടന്നു പോകുന്നതും എങ്ങനെയാണ്? പൂർവ്വജന്മത്തിലെ കർമ്മഫലങ്ങൾക്കനുസരിച്ചിട്ടാണ്. ഇത്രയും മനസ്സിലാക്കാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് വളരെ എളുപ്പം സാധിക്കും. അതിന് യാതൊരു സംശയവുമില്ല എന്നിവിടെ ഗീതയിൽ പറയുന്നു. അങ്ങനെ ഒരു മഹാത്മാവ് മറ്റു മഹാത്മാക്കളായിരിക്കുന്ന ശുദ്ധഭക്തരുടെ സമ്പർക്കത്താൽ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. അങ്ങനെ മേലെ മേലെ ഉയർന്നു വരികയാണ്. കൃഷ്ണന്റെ പരമഭക്തന്മാർ അദ്ദേഹത്തിനെ തന്നെ ചതുർഭുജ മഹാവിഷ്ണുവിനെ പോലുള്ള മൂർത്തി ഭേദങ്ങളിൽ പോലും ആകൃഷ്ടരാവില്ല. ഒരിക്കലും ഭഗവാന്റെ ആ രൂപമാണ് എനിക്കിഷ്ടം, ഈ രൂപമാണ് എനിക്കിഷ്ടം, അങ്ങനെയുള്ള യാതൊന്നുമില്ല. കൃഷ്ണൻ കൃഷ്ണനാണ്. കാരണം എന്താ? സർവ്വവ്യാപിയായിരിക്കുന്ന കൃഷ്ണൻ സർവ്വതിലും കുടികൊള്ളുന്നു എന്ന് നമുക്കറിയാം. ഭഗവാന്റെ ഈ രൂപത്തെയാണ് ഞാൻ കൂടുതൽ ആരാധിക്കുന്നത്. ഭഗവാന്റെ ഈ രൂപത്തെ, അദ്ദേഹത്തിന് എത്ര കോടി രൂപങ്ങൾ വേണമെങ്കിലും എടുക്കാൻ സാധിക്കും, അതിന് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാൻ എന്ന് പറയുന്ന ആ സത്യത്തിന്റെ ആ നാമത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കും. അല്ലാതെ ഭഗവാന്റെ യാതൊരുവിധ വകഭേദ രൂപങ്ങളിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടില്ല. ഏത് രൂപത്തിൽ കണ്ടാലും അത് പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന കൃഷ്ണനാണ് എന്ന മനോഭാവത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. കൃഷ്ണന്റെ മറ്റു ഭാവങ്ങളിൽ ഒരിക്കലും അവര് ആകർഷിക്കപ്പെടില്ല. ദേവന്മാരുടെയോ മനുഷ്യന്മാരുടെയോ രൂപങ്ങളും ആ ഭക്തർക്ക് കൗതുകാവഹങ്ങളല്ല. അതാണ് ഞാൻ പറഞ്ഞത് രാവിലെ ക്ലാസ്സില്. നമ്മുടെ ഗുരുവായൂർ അമ്പല നടയിലെ കൃഷ്ണവേഷം കെട്ടി വരുന്ന ആളുകളുണ്ട്. അവരുടെ കാല് തൊട്ട് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങാൻ നിൽക്കുന്ന ഭക്തരുടെ ഒരു ആഗ്രഹം കണ്ടപ്പോ സത്യത്തിൽ എനിക്കതൊരു ഇഷ്ടക്കേട് തോന്നി. കാരണം എന്താ വെച്ചാല് കൃഷ്ണൻ എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി ഒരിക്കലും മറ്റൊന്നിലേക്കും പോവില്ല. അവരെപ്പോഴും തലകുനിച്ച് ഭഗവാന്റെ കാര്യം ചിന്തിച്ച് ഭഗവാന്റെ നാമം ആലോചിച്ച് ആ നാമത്തിൽ ആകർഷിക്കപ്പെട്ട് അദ്ദേഹത്തിന്റെ തിരുമുഖ ദർശനത്തിനായിട്ട് ഗുരുവായൂർ നമ്മൾ പോകും അല്ലെ. മറ്റുള്ള ആകർഷിക്കപ്പെടുന്ന ഒന്നിലും പോയിട്ട് നമ്മൾ തല വെക്കാൻ പോവില്ല. അവർ കൃഷ്ണാവബോധത്തോടെ കൃഷ്ണനെ മാത്രം ധ്യാനിക്കുന്നു. മനസ്സിലായില്ലേ? കൃഷ്ണാവബോധത്തോടെ കൃഷ്ണനെ മാത്രം ധ്യാനിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്ക് പോയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. കൃഷ്ണനെ ധ്യാനിക്കുക, കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുക, അത് ഉള്ളിൽ മതി. നമ്മളത് പുറമേ പോലും കാണിക്കണം എന്നില്ല. നമ്മളെല്ലായ്പ്പോഴും സന്തോഷമായിട്ടിരിക്കുക, മനസ്സിൽ കൃഷ്ണനെ ധ്യാനിച്ചു കൊണ്ടേയിരിക്കുക. കാരണം എന്താ? ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കുക. ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നട എത്ര മനോഹാരിത. അവിടെ എത്തുമ്പോൾ നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും അവിടെ അങ്ങനെ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യം അല്ലെ? എന്തൊക്കെയോ നമ്മളെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞാല് ഉള്ളിൽ കത്തിക്കുന്ന ഒരു ചന്ദനത്തിരിയുടെ സ്മെല്ല് പോലും നമുക്കറിയാൻ പറ്റുന്നില്ല. എത്രയോ ദൂരത്തിലാണ് കൃഷ്ണനും നമ്മളും ഇരിക്കുന്നത് അല്ലെ. എങ്കിലും എന്തോ ഒരു ശക്തി നമ്മളെ ഇങ്ങനെ അവിടെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും ആ ശക്തി?
എന്ന് നമ്മൾ ഒരു നിമിഷം ആലോചിച്ചാൽ കൃഷ്ണന്റെ സാമീപ്യം നമുക്ക് അറിയാൻ സാധിക്കും. അതാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ പ്രത്യേകത. എത്രയോ കോടി ജനങ്ങൾ വരുന്നു, പോകുന്നു, പല പല ഡാൻസ് നടക്കുന്നു, പാട്ട് നടക്കുന്നു, അനൗൺസ്മെന്റ് നടക്കുന്നു, പ്രസാദം കൊണ്ടുപോകുന്നു, വരി നിൽക്കുന്നു, വരി നിൽക്കാതെ കയറുന്നു, പല 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 കാര്യങ്ങൾ അവിടെ നടക്കുന്നു അല്ലെ. നിരന്തരം പൂജ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്തൊക്കെയോ ഒരു പ്രത്യേകത ആ മണ്ണിലുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്കത് അനുഭവിക്കാൻ കഴിയും. ഏതോ ഒരു ലോകത്തെത്തിയ ഒരു ഫീലിങ്സ് ആണ് അവിടെ എത്തുന്ന സമയത്ത് അല്ലെ. ആ ഒരു ഫീലിങ്സ് ആണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. ആ കൃഷ്ണന്റെ ആ ഒരു കണക്ഷൻ അവിടെ എത്തുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു എനർജി, അല്ലെങ്കിൽ ഒരു സന്തോഷം, അല്ലെ ഭഗവാനെ കണ്ടാൽ നമ്മുടെ പ്രയാസങ്ങളെല്ലാം തീരുമെന്നൊരു ആത്മധൈര്യം, ഇതൊക്കെയാണ് കൃഷ്ണനുമായിട്ടുള്ള നമ്മുടെ ജീവാത്മാവിന്റെ ബന്ധം എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും കടുകിട പിഴയ്ക്കാതെ കൃഷ്ണന്റെ സേവനത്തിൽ അകർപ്പെട്ടുകൊണ്ടിരിക്കേ നമ്മൾ എപ്പോഴും ഭഗവാനുമായിട്ടൊരു ബന്ധം അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ഒരു നിമിഷം പോലും കൃഷ്ണന്റെ സേവനത്തിൽ നിന്ന് നമ്മൾ മാറരുത്. ആരോട് സംസാരിക്കുകയാണെങ്കിലും ഭഗവാനെ കുറിച്ച് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് സംസാരിക്കുക. ആരോട് എന്ത് പറയുമ്പോഴും നമ്മുടെ ക്ലാസ്സിന്റെ ഒരു ലിങ്കെങ്കിലും അവർക്ക് കൊടുക്കുക. കാരണം എന്താ, ഇത് ഞാനോ നിങ്ങളോ വലുതാവാനല്ല, ഭഗവാന്റെ കാര്യങ്ങൾ അവരിലേക്ക് എത്തുക. അവർക്ക് ഭഗവാനുമായി അടുക്കാനുള്ളൊരു വഴി, ഒരു ഗേറ്റ് നമ്മൾ തുറന്നിട്ട് കൊടുക്കുക. അതുവഴി അവർ കയറിപ്പോട്ടെ ഭഗവാന്റെ അടുത്തേക്ക്. എല്ലാ ജീവാത്മാക്കളും ഭഗവാനിലേക്ക് അടുക്കാൻ നമ്മളൊരു കാരണമാവുകയാണെങ്കിൽ അതിൽ പരം എന്താണ് നമുക്ക് ഈ ജന്മത്ത് വേണ്ടത്? ഒന്നും വേണ്ട ഇല്ലേ. ഇതാണ് നമുക്ക് ജീവിതത്തിലേക്ക് വേണ്ടത്. കാരണം എത്രയോ കോടി ജന്മങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്ത എല്ലാ സർവ പാപങ്ങളും നമുക്ക് തീർന്നു കിട്ടും. എങ്ങനെ? ഓരോ ജീവാത്മാവിനെയും നമ്മൾ ഭഗവാനിലേക്ക് അടുപ്പിക്കും തോറും നമ്മൾ ചെയ്യുന്നത് വലിയ സേവനമാണ്, കൃഷ്ണ സേവനമാണ് ചെയ്യുന്നത്. നമ്മൾ പോലും അറിയാതെ വലിയൊരു സേവനത്തിന്റെ ഭാഗമാവുകയാണ്. അതിനുള്ള അനുഗ്രഹം ഭഗവാൻ നമ്മുടെ ഗതികെട്ട സമയത്ത് നിർബന്ധമായിട്ടും തന്നിരിക്കും. അതുകൊണ്ട് എല്ലാവരും സേവനം ചെയ്യില്ലേ? ഷെയർ ചെയ്യില്ലേ? പറയൂ, ചെയ്യില്ലേ? ഇല്ല. അപ്പോ അടുത്തത് 14ാമത്തെ ശ്ലോകമാണ്. 14ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാല് സതതം കീർത്തയന്തോ മാം യദത്തഞ്ചശ്ച ദൃഢാവൃത നമസ്യന്ത്യശ്ച മാം ഭക്ത്യാ നിത്യയുക്ത ഉപാസതേ എന്ന് വെച്ചാല് എല്ലായ്പ്പോഴും എൻ്റെ കീർത്തികൾ ആലപിച്ചും നിശ്ചയദാർഢ്യത്തോടെ പ്രയത്നിച്ചും എൻ്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ടും ഈ മഹാത്മാക്കൾ നിരന്തരം എന്നെ ഭക്തിയോടെ ആരാധിക്കുന്നു. എത്ര മനോഹരമായ വാക്കാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികൾ എന്താ ചെയ്യുക? എപ്പോഴും ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടേയിരിക്കും. അതിനോട് പ്രതിനിധീകരിച്ചാണ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നത്? ഭഗവാന്റെ കീർത്തനങ്ങൾ ഗാനമഞ്ജരി എന്ന ഭാവത്തിൽ നമ്മൾ ഇടുന്നത്. രാവിലെയും വൈകിട്ടും നല്ല ഭംഗിയുള്ള കുറേ കീർത്തനങ്ങൾ വരുന്നില്ലേ? നിങ്ങൾക്ക് എവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് കഷ്ടപ്പെട്ട് എടുക്കണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ മനോഹരമായ എല്ലാ കീർത്തനങ്ങളും നമ്മുടെ അമർ പ്രഭു രാവിലെയും വൈകിട്ടും പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? എത്ര മനോഹരമായിരിക്കുന്ന കീർത്തനങ്ങളാണ്. ഒരു ദിവസം ഗ്രൂപ്പ് ഓപ്പൺ ആവുന്നത് തന്നെ നമ്മുടെ നല്ല നല്ല കീർത്തനങ്ങളോട് കൂടിയാണ്. ആ ദിവസം രാത്രി സന്ധ്യ ആവുമ്പോഴേക്കും വീണ്ടും വരുന്നത് ഭഗവാന്റെ കീർത്തനം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മാതാജിമാര് എത്രയെത്ര മനോഹരമായ അറിവുകളാണ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആലോചിച്ച് നോക്കിക്ക്. അതിനവർ സമയം കണ്ടെത്തുന്നു, ആ സമയം അവർ ഓർത്തു വെക്കുന്നു. ഒരു കുഞ്ഞിന് പാല് കൊടുക്കാനോ മരുന്ന് കൊടുക്കാനോ സമയം ഓർത്ത് വെക്കുന്നത് പോലെ കൃത്യമായിട്ട് അവർ ആ സമയം ഓർത്തു വെച്ച് ആ സമയത്ത് അവരത് പോസ്റ്റ് ചെയ്യുന്നു. പോസ്റ്റ് വന്നോ എന്ന് മറ്റു മാതാജിമാർ ചെക്ക് ചെയ്യുന്നു. വരാൻ ലേറ്റായാലും അവരത് ഓർമ്മപ്പെടുത്തുന്നു. എത്ര മനോഹരമായ സേവനമാണ് അവർ ചെയ്യുന്നത് കൃത്യതയോടുകൂടി. അപ്പൊ ഇങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് വീണ്ടും അടുത്ത ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഗ്രൂപ്പിലിരിക്കുന്ന ആളുകളുടെ ദൗത്യമാണ്. ഇതാണ് പ്രചരണം എന്ന് പറയുന്നത്, ഇതാണ് സേവനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നിശ്ചയദാർഢ്യത്തോടെ ഞാനിത് ചെയ്യും എന്ന നിശ്ചയദാർഢ്യത്തോടെ പ്രയത്നിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ട്, അതായത് ഭഗവാന്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് ഈ മഹാത്മാക്കൾ നിരന്തരം ഭക്തിയോടെ ഭഗവാനെ ആരാധിക്കുന്നു. ഒരു സാധാരണ മനുഷ്യനെ മുദ്രയടിച്ച് മഹാത്മാവാക്കാൻ കഴിയില്ല. ഒരു സാധാരണ മനുഷ്യന്റെ നെറ്റിയിൽ പോയിട്ട് ഒരു മുദ്ര വെച്ചിട്ട് നിങ്ങൾ മഹാത്മാവാണ് എന്ന് പറയാൻ കഴിയില്ല. അയാളുടെ സ്വാഭാവിക ലക്ഷണങ്ങളാണ് അവിടെ വിവരിച്ചത്. മനസ്സിലായോ? ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം എന്നുള്ളതല്ല, ഒരു മഹാത്മാവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ സ്വാഭാവിക ലക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഒരു മഹാത്മാവ് എപ്പോഴും കൃഷ്ണ ഭഗവാന്റെ മഹത് ഗുണങ്ങൾ, അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അയാൾക്ക് മറ്റൊന്നും ചെയ്യാനില്ല. കാരണം എന്താ? അവർ വെറുതെ ഇരിക്കുന്നു എന്നാണോ പറയുന്നത്? അല്ല, അവരെല്ലാ കർമ്മങ്ങളും ചെയ്യും. പക്ഷെ ഏത് കർമ്മങ്ങളാണെങ്കിലും അത് കൃഷ്ണനുമായി അവർ ബന്ധപ്പെടുത്തും.
ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഭഗവാന് ഒരു പ്രസാദം വെക്കണം എന്ന മനോഭാവത്തോടു കൂടിയായിരിക്കും ആ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇനി ഒരു തുണി കഴുകുകയാണെങ്കിലോ ഭഗവാൻ ഇരിക്കുന്ന വീടാണ്, അപ്പൊ എപ്പോഴും വൃത്തിയായിരിക്കണം എന്ന മനോഭാവത്തോടെ അത് ചെയ്യും. ഇനി നമ്മളൊരു ജോലിക്ക് പോവുകയാണെങ്കിലോ വേഗം പോയി തിരിച്ചു വന്ന് എൻ്റെ ഭഗവാൻ എണ്ണയും തിരിയും വാങ്ങണം, അതിനായി ഞാൻ കർമ്മം ചെയ്യാൻ പോകുന്നു എന്ന മനോഭാവത്തോടെ നമ്മൾ ജോലിക്ക് പോകും അല്ലെ. ഇനി കിടന്നുറങ്ങുകയാണെങ്കിലോ എൻ്റെ ഭഗവാൻ എനിക്ക് നല്ലൊരു ദിവസം തന്നു, ഈ ഉറക്കത്തിൽ എൻ്റെ ഭഗവാന് നന്ദി പറഞ്ഞുകൊണ്ട് ജപിച്ചുകൊണ്ട് ഉറങ്ങാം എന്ന മനോഭാവത്തോടെ കിടന്നുറങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോഴോ എൻ്റെ ഭഗവാന് നിവേദ്യം വെക്കണം എന്ന ചിന്തയിൽ ഇങ്ങനെ 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 നമ്മുടെ ജീവിതം മുഴുവൻ ഭഗവാനുമായി നമ്മൾ കണക്ട് ചെയ്യാണ് ഇല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല മീൻസ് വെറുതെ ഒരു മുറിയടച്ചിരിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെയോ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാം കൃഷ്ണാവബോധത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കൃഷ്ണനാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു മഹാത്മാവ് എപ്പോഴും ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, അയാൾക്ക് മറ്റൊന്നും ചെയ്യാനില്ല, എല്ലാം കൃഷ്ണനുമായി അയാൾ കണക്ട് ചെയ്യാണ്. ഭക്തൻ നിരാകാരവാദിയല്ല. പിന്നെയോ സ്തുതിക്കുക എന്നാൽ പരമപുരുഷനെ കീർത്തിക്കുക. നമ്മൾ ഭഗവാന്റെ മുമ്പിൽ വെറുതെ നിന്ന് 2 വരി പാടിയാൽ പോലും അതും ഭഗവാന് സന്തോഷമുള്ള കാര്യമാണ്. ഇനി പാടാൻ അറിയാത്തവര് ചൊല്ലിയാലും ഭഗവാൻ അത് ആനന്ദത്തോടു കൂടി കേൾക്കുന്നുണ്ട്. അവിടുത്തെ പുണ്യനാമങ്ങൾ കീർത്തനം ചെയ്യുക, സങ്കീർത്തനം ചെയ്യുക, അതാണ് ഭഗവാൻ ഇഷ്ടം. അവിടുത്തെ പുണ്യനാമങ്ങൾ നിങ്ങൾ കോടിക്കണക്കിന് രൂപ കൊണ്ട് അദ്ദേഹത്തിന്റെ കാൽക്കടിയിൽ വെക്കേണ്ട, അദ്ദേഹം ഇങ്ങനെ നോക്കി ഇങ്ങോട്ട് തിരിയും. കാരണം എന്താ, അതിലൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ നാമങ്ങൾ ചുമ്മാ അച്യുത കേശവ നാരായണ എന്ന് വിളിച്ചാൽ മതി, അദ്ദേഹത്തിന് സന്തോഷമുള്ള കാര്യമാണ്. സനാതന രൂപത്തെ വർണ്ണിക്കുക, ഭഗവാന്റെ ആ രൂപത്തെ മഞ്ഞ പീതാംബരം ധരിച്ച് തിരുമുടി, ഓടക്കുഴല്, പീലി, ഭഗവാന്റെ വനമാല, എന്തൊക്കെ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട് അല്ലെ. ആ തിരുരൂപത്തെ നമ്മൾ വർണ്ണിച്ചുകൊണ്ട് ദിവ്യ ഗുണങ്ങളെയും അസാധാരണ ലീലകളെയും നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് ലീലകൾ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ലീലകളെല്ലാം ചെയ്ത കണ്ണനല്ലേ ഇത് എന്നൊന്ന് ചോദിച്ചാൽ പോലും അദ്ദേഹം വളരെയധികം സന്തോഷപ്പെടുന്നു. എന്നിവയൊക്കെയാണ് നമ്മൾ അദ്ദേഹത്തെ പ്രകീർത്തിക്കാൻ ഉപയോഗപ്പെടുത്തുന്നത്. ഇങ്ങനെയുള്ള ദിവ്യ കർമ്മങ്ങളിലൂടെ ഒരു മഹാത്മാവ് എപ്പോഴും ഭഗവാനുമായിട്ട് സദാ മമതാ ബന്ധത്തിലായിരിക്കും. നമ്മൾ ഭഗവാനുമായിട്ട് ഉണ്ടാവേണ്ടത് എന്താണ്? സദാ എപ്പോഴും എങ്ങനെയാണ്? ഇങ്ങനെ ഒരു മമതാബന്ധം ഉണ്ടായിരിക്കണം, ഭഗവാനോടൊരു മമത ഉണ്ടായിരിക്കണം. നമുക്ക് എന്തൊക്കെയാ ഭഗവാൻ ചെയ്യുന്നത്? നമ്മുടെ വീട്ടിലൊരു ഉണ്ണി ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, അയ്യോ ഭയങ്കര കുറുമ്പാണ്, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്. നമ്മുടെ മകളുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ വിദേശത്തൊക്കെ ആണെങ്കിൽ നമ്മൾ നിരന്തരം വീഡിയോ കോളൊക്കെ വിളിച്ച് ആ കുഞ്ഞിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പിടിച്ചു നിൽക്കാൻ തുടങ്ങി, ഉറക്കത്തിൽ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു. നമ്മൾ ആ കുട്ടി ഇനി വളർന്ന് വലുതായ ഒരു 60 വയസ്സായാലും എന്താ പറയാ, നീ കുഞ്ഞിനാളിൽ ഇങ്ങനെ ചെയ്തില്ലടാ, അങ്ങനെ ചെയ്തില്ലടാ എന്ന് പറയുന്നത് പോലെ ഭഗവാൻ ചെയ്ത ഓരോ ലീലകളും പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓരോ ലീലകളും പറയാ. എത്ര എത്ര അസുരന്മാർക്ക് മോക്ഷം കൊടുത്തിരിക്കുന്നു. കൊന്നതല്ല, അവർക്ക് ഭഗവാൻ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് മോക്ഷം കൊടുത്തതാണ്. വീട്ടിലിരിക്കുമ്പോ അദ്ദേഹത്തോട് ചോദിക്കുക, കണ്ണാ എന്തെല്ലാം ചെയ്തിരിക്കുന്നു ഇല്ലേ. സദാ ഭഗവാന്റെ നാമം ജപിക്കാനും ഭഗവാന്റെ നാമം പറയാനും ഏറ്റവും നല്ലൊരു ഈസി മാർഗം പറഞ്ഞു തരട്ടെ. എന്താണെന്നറിയോ? പ്രിയപ്പെട്ടവരെ എല്ലാം കണ്ണാന്ന് വിളിക്കുക. ആ കണ്ണാ എന്ന വിളി ഭഗവാന്റെ നാമമാണ്. അപ്പൊ ആ കണ്ണാ എന്ന് വിളിക്കുന്ന സമയത്ത് ഭഗവാന്റെ നാമമാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ നാമം വിളിക്കണമെങ്കിൽ ഒന്നുകിൽ ഭർത്താവിനെ അല്ലെങ്കിൽ മകനെ എന്ത് വിളിക്കുക? കണ്ണാന്ന് വിളിക്കുക. ഇന്നിനിപ്പം പോയി ആരെങ്കിലും ഭർത്താവിനെ കണ്ണാന്ന് വിളിച്ചാൽ വലിയൊരു നോട്ടം ഉണ്ടാവും. എന്താ ഒരു സോപ്പിങ്, എന്തെങ്കിലും കാര്യം നടക്കാനുണ്ടോ എന്നൊരു ചോദ്യം. മുൻകാലങ്ങളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വീട്ടിൽ 10 മക്കളുണ്ടെങ്കിൽ ആ 10 മക്കൾക്കും ഒന്നെങ്കിൽ രാമായണം ബന്ധപ്പെട്ട പേരായിരിക്കും വെക്കുക, അല്ലെങ്കിൽ കൃഷ്ണനുമായി ബന്ധപ്പെട്ട പേരായിരിക്കും വെക്കുക അല്ലെ. ലക്ഷ്മണൻ, കൃഷ്ണൻ, ഗോപാലൻ, അങ്ങനെ അങ്ങനെ നിരവധി, അച്യുതൻ, കേശവൻ, രാമൻ, അങ്ങനെ ഭഗവാനുമായി ബന്ധപ്പെട്ട പേരുകളായിരിക്കും വീട്ടിലുണ്ടാവുക. എന്തിനായിരിക്കും പൂർവികർ അങ്ങനെ ചെയ്തത്? സദാ ആ നാമം ഉരുവിടുമ്പോൾ ഭഗവാന്റെ നാമത്തോടു കൂടിയാണ് അത് കണക്ട് ആവുന്നത്. അതിനു വേണ്ടിയാണ് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് അല്ലെ. ജാനകി, സുശീല, വൈദേഹി, എത്ര നാമങ്ങൾ, ലീല, വിനോദിനി, ഇങ്ങനെ ദൈവികമായ ബന്ധങ്ങളായിരുന്നു, പേരുകളായിരുന്നു. പക്ഷെ ഇന്നുള്ളത് ഒരു ഗ്ലാസോ ഒരു സ്റ്റീൽ പാത്രം എടുത്ത് താഴെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ശബ്ദത്തിലാണ് പേര് വെക്കുന്നത്. ആ പേരിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല, തീരെ എനിക്ക് ഇഷ്ടമില്ല അങ്ങനത്തെ പേരുകൾ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മോന് ഞാൻ ആ ഒരു ഫാഷൻ നെയിം ഒഴിവാക്കിയിട്ട് സഞ്ജയ് എന്ന് വെച്ചത്. സഞ്ജയ് ഉവാജ നന്നായിരിക്കില്ലേ? പക്ഷെ അതെപ്പോഴും ഉവാജ തന്നെ. അങ്ങനെ പിന്നെ ഏട്ടന് മക്കളുണ്ടായപ്പോഴും ഞാൻ എന്താ പറയാ, ശിവദാ ലക്ഷ്മി,
ഒരു ഫാഷൻ നെയിമും വേണ്ട, ശിവദാ ലക്ഷ്മി അത് മതിയെന്ന് ഞാനങ്ങ് ലച്ചുവിന് ഉറപ്പിച്ചു. മൂത്ത മോൾക്കാണെങ്കിലോ വൈഗ, അതൊരു നോർത്തിലെ ഒരു അറിയാലോ വൈഗ നദി, വൈഗ എന്ന പേര് വെച്ചു. വീട്ടിൽ വിളിക്കാൻ മീനാക്ഷി എന്നൊരു പേര് വെച്ചു. അങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാ പേരുകളും അങ്ങനെ നോക്കുമ്പോൾ എന്താ പറയാ, ഭഗവാനുമായിട്ടും പുരാണങ്ങളായിട്ട് കണക്റ്റ് ആയിട്ടുള്ള പേരുകളാണ് നമ്മൾ എല്ലാവർക്കും വെച്ചിരിക്കുന്നത്. നമുക്ക് ഒട്ടും എന്താ പറയാ ഒരു ഫാഷൻ നെയിംസിനോട് താല്പര്യമില്ല. കാരണം എന്താ വെച്ചാല് ഞങ്ങളുടെ അമ്മച്ചൻ പറയായിരുന്നു, അമ്മയുടെ അച്ഛൻ എപ്പോഴും ഭഗവാനുമായി ബന്ധപ്പെട്ട പുരാണങ്ങളുമായി ബന്ധപ്പെട്ട പേര് വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാന്നറിയോ, ആ നാമം നമ്മൾ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ആ നാമം ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ നാമത്തിന്റെ അർത്ഥം നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് കയറുകയാണ്. അപ്പോ എന്ത് ചെയ്യാ, ഇന്ന് മുതല് മക്കൾക്ക് എന്ത് പേരും ഉണ്ടായിക്കോട്ടെ കണ്ണാ എന്ന് വിളിക്കാൻ ശ്രമിക്കുക. ആ വിളിയിൽ അലിയാത്ത കുട്ടികളൊന്നും തന്നെ ഇല്ല. ആ പേര് തന്നെ ഭർത്താവിനും വെച്ചു കൊടുക്കുക. 2-3 ദിവസം കുറച്ച് അവോയ്ഡ് ചെയ്യും, സോപ്പിംഗ് വേണ്ടാന്ന് പറയും, അപമാനിക്കൊക്കെ ചെയ്യും, എങ്കിലും കുഴപ്പമില്ല, കണ്ണാ എന്നങ്ങ് വിളിക്കുക ഹസ്ബൻഡിനെ. അതോടുകൂടി അതും ഫ്ലാറ്റ്, ഒരു രക്ഷയില്ല, നമുക്ക് ഒരു പ്രയാസവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. വലിയ വലിയ എന്താ പറയാ പ്രശ്നങ്ങളോട് കൂടിയിരിക്കുന്ന ഭർത്താവിൻ്റെ കണ്ണാ വേണ്ട, എന്തിനാ ഇങ്ങനെ, സ്വസ്ഥമായിട്ടിരിക്കുക കണ്ണാ എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് നോക്കും, ഇവിടെ വിശ്വസിക്കാൻ കൊള്ളില്ല, എന്തോ ഒരു ഐഡിയ ആയിട്ട് വന്നതാണ്, എവിടെ വരെ പോകുന്നു നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ദിവസം കഴിയുമ്പോൾ അത് അദ്ദേഹത്തിന് പരിചയമായിക്കോളും. അപ്പൊ എന്താവും അറിയാമോ, നമ്മള് എന്ത് ദേഷ്യത്തോട് കൂടിയാണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഭയങ്കര ദേഷ്യത്തോടു കൂടി വന്നിട്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കിന് വരുന്നതും, കണ്ണാ കണ്ണിങ്ങനെ ചെയ്തത് ശരിയാണോ, കണ്ണൻ എന്തിനാ ഇങ്ങനെ ചെയ്തത്, എന്താ കണ്ണാ ഇങ്ങനെ എന്ന് കണ്ണാ എന്ന നാമത്തിൽ വഴക്കിടുന്നതും രണ്ടും രണ്ടാണ്. കാരണം എന്താ പറയുക, മറ്റേത് സാത്വികതയാണ്, ഭഗവാന്റെ പേരുള്ളത് കൊണ്ട് പ്രശ്നത്തിനൊരു അയവുണ്ടാവും. മറ്റേത് നിങ്ങൾ 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 എന്ന് പറയുമ്പോൾ ആസുരീകതയാണ്, അത് പ്രശ്നം അഗ്നിപർവ്വതം പോലെ മേലോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഏറ്റവും നല്ല രസകരമായ വഴിയാണ് ഭഗവാന്റെ നാമവുമായി പ്രശ്നങ്ങളില്ലാതെ ജീവിച്ചു പോകാനും പറ്റി. അപ്പൊ അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറയുന്നു, ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ആരെയും വിളിക്കാൻ ശ്രമിക്കുക. അത് ഭഗവാനുമായിട്ടൊരു മമതാബന്ധത്തിന് വഴിയൊരുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഭഗവാന്റെ നിരാകാര ഭാവമാണ് ബ്രഹ്മജ്യോതിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഭഗവാന്റെ നിരാകാരമായിരിക്കുന്ന ഒരു ഭാവമാണ് ബ്രഹ്മജ്യോതിസ്. അതിൽ തൽപരനായവനെ ഭഗവത്ഗീത മഹാത്മാവായിട്ട് ഗണിച്ചിട്ടില്ല. അയാളെ പറ്റി മറ്റൊരു വിധത്തില് വേറൊരു ശ്ലോകത്തില് പറയുന്നത്, അത് ഞാൻ പറഞ്ഞുതരാം. മഹാത്മാവ് വിഷ്ണുവിനെ പറ്റിയോ ദേവന്മാരെയോ മനുഷ്യനെ പറ്റിയോ കീർത്തിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് എപ്പോഴും ഭക്തിയുത സേവനത്തിലെ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. മഹാത്മാവ് ഭഗവാനെ പറ്റിയോ വിഷ്ണുവിനെ പറ്റിയോ മനുഷ്യനെ പറ്റിയോ, മനുഷ്യൻ എന്ന് ഇവിടെ പറയുന്നത് ഭക്തരെയാണ് കേട്ടോ, ഭക്തരെ പറ്റിയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു സേവനം ചെയ്തുകൊണ്ടേയിരിക്കും. ഐഡിയ സൂപ്പർ അല്ലേ? യൂസ് ചെയ്യ്. ഞാനൊക്കെ അങ്ങനെയാ യൂസ് ചെയ്യുന്നത്. ഇവന്മാരൊക്കെ ഒതുക്കാൻ ഇതേ വഴിയുള്ളൂ, വേറെ വഴിയില്ലെന്നേ. വയ്യ അടി ഉണ്ടാക്കാനും ഫൈറ്റിന് പോകാനൊന്നും വയ്യ. അപ്പം അതുകൊണ്ട് ഈ ഐഡിയയിലാണ് ഇതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തു പോകുന്നത്. ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം, ഇതാണ് ഭക്തി സാധന എന്ന് പറയുന്നത്. ഇത് കുറെ നാളായി പാടിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എത്രയും പെട്ടെന്ന് ശ്രവണം കീർത്തനം സ്മരണം അത് നമ്മൾ ചെയ്യാൻ പഠിക്കണം. വിഷ്ണു സ്മരണം, വിഷ്ണുവിനെ സ്മരിക്കാൻ പഠിക്കുക. ദിവ്യങ്ങളായിരിക്കുന്ന 5 രസങ്ങളിലൊന്നിലൂടെ താൻ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യമായിരിക്കുന്ന ഭഗവത് സാന്നിധ്യം നേടുമെന്ന എന്താണ് ദൃഢനിശ്ചയം. നമുക്ക് ആ ഒരു ദൃഢനിശ്ചയം അങ്ങനെ ഒരു മഹാത്മാവിന് ഉണ്ടാവും. മനസ്സിലായില്ലേ? നമ്മൾ എന്തായാലും നമ്മളൊരു മഹാത്മാവായില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഭഗവാന്റെ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടെങ്കിലും മാറും എന്ന ഒരു ദൃഢനിശ്ചയം. ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കാണുന്നില്ലേ, ഞാനൊരു ഡോക്ടറാവും, ഞാനൊരു എഞ്ചിനീയർ ആവും, ഞാൻ അങ്ങനെയാവും, ഇങ്ങനെ ഒരു ദൃഢനിശ്ചയം വരും. എവിടെയോ ആ ദൃഢനിശ്ചയം സ്കിപ്പായി പോവും. കുറച്ച് കുട്ടികൾ ആ ദൃഢനിശ്ചയത്തിലൂടെ മുന്നോട്ട് പോകും. അതേപോലെ നമ്മൾക്കൊരു ദൃഢനിശ്ചയം വേണം. ഞാൻ എന്ത് സംഭവിച്ചാലും ശരി ഭഗവാന്റെ ഒരു നല്ല ഭക്തയാവാൻ ശ്രമിക്കും, ഭഗവാന്റെ ഏറ്റവും നല്ല സേവനം ചെയ്യുന്ന ഒരാളായിട്ട് മാറും എന്ന ദൃഢനിശ്ചയത്തോടു കൂടി ഭഗവാനുമായിട്ട് ഒരു മമതാബന്ധം ഉണ്ടാക്കിയെടുക്കുക. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മനോവാക് ശരീരങ്ങളിലുള്ള സർവപ്രവർത്തികളും ഭഗവാന്റെ സേവനാർത്ഥം അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിക്കുക. മനോവാക് പ്രവൃത്തികൾ എന്നാണ് പറയുന്നത്. അതായത് മനോവാക് ശരീര പ്രവൃത്തികൾ, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടുമുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഇതാണ് പൂർണ്ണമായിരിക്കുന്ന കൃഷ്ണാവബോധം.
ഇനി കൃഷ്ണാവബോധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാ, ദൃഢനിശ്ചയത്തോടുകൂടി ഭഗവാന് വേണ്ടിയിട്ട് മനോവാക് ശരീര പ്രവർത്തനങ്ങളിലൂടെ ഭഗവാന്റെ സേവനം ചെയ്യാൻ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഇത് തന്നെയാണ് പൂർണ്ണമായിരിക്കുന്ന കൃഷ്ണാവബോധം, കൃഷ്ണ കോൺഷ്യസ്നസ്. ഇത് മറക്കാതിരിക്കുക. ഓക്കെ, ഇതുവരെ എടുത്തത് മനസ്സിലായല്ലോ. ഭക്തിയുത സേവനത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ചില വ്രതാനുഷ്ഠാനങ്ങളുണ്ട്. എന്തായിരിക്കും ഭക്തിയുത സേവനത്തിൽ നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത വ്രതാനുഷ്ഠാനങ്ങള്? ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഏകാദശി. മാതാജി സുഖമില്ല, വയ്യ, ഏകാദശി എടുക്കാൻ പറ്റൂല, അത് വേണം ഇത് വേണം, ഈ വക സംസാരങ്ങളൊന്നും ഇനി പറയണ്ട, ഏകാദശി എടുക്കുക തന്നെ. മനസ്സിലായോ? ഭഗവാന്റെ അവതാര ദിനം തുടങ്ങിയവ, ഭഗവാന്റെ കൃഷ്ണാഷ്ടമി മുതല് എല്ലാം ഓരോരോ നരസിംഹമൂർത്തി അവതരിച്ചത്, പരശുരാമൻ അവതരിച്ചത്, ഇങ്ങനെ 100,000 അവതാരങ്ങൾ ഭഗവാനുണ്ടല്ലേ. ചൈതന്യ മഹാപ്രഭുവിൻ്റെത്, ശ്രീലപ്രഭുപാജിയുടേത്, അങ്ങനെ ഒത്തിരി അവതാരങ്ങളുണ്ട്. അപ്പോൾ ഈ അവതാരങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുക, ഭഗവാനുമായിട്ട് ഒരു വലിയ കണക്ഷൻ, ഒരു ബന്ധം തരാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായകമാവും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമേ ഇല്ല. പിന്നെന്താണ്, ആത്മീയ ലോകത്തിൽ ഭഗവാന്റെ സാമീപ്യ ലബ്ധിക്കായിട്ട് അത്യന്തം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മഹാത്മാവായിരിക്കുന്ന ആചാര്യന്മാർ നിശ്ചയിച്ചിരിക്കുന്ന ഈ വ്രതങ്ങൾ, നമുക്ക് ഒരുപാട് വ്രതങ്ങളുണ്ടല്ലേ, ഈ വ്രതങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ആത്മീയ ആചാര്യന്മാർ നമുക്ക് വേണ്ടിയിട്ട് ഭഗവാനുമായി അടുക്കാനുണ്ടാക്കിയിരിക്കുന്ന ഈ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അത് 10 പേരോട് പാടി നടന്നിട്ട് എനിക്ക് ഏകാദശിയാണ്, എനിക്ക് അതാണ്, എനിക്ക് ഇതാണ്, ഇന്ന് അങ്ങനെയാണ്, ഇന്ന് ഇങ്ങനെയാണ്, ഇന്ന് അങ്ങനെയൊന്നും പറയണ്ട. ഉച്ചയ്ക്ക് ചോറുണ്ടെന്നില്ലേ, ഓ വേണ്ട വിശക്കുന്നില്ല, എന്താണെന്നറിയില്ല, അതുകൊണ്ട് ഒഴിവാക്കി എന്ന് പറഞ്ഞു പോവുക. അല്ലാണ്ട് ഇന്ന് ഞങ്ങൾക്ക് എന്താ പറയാ ബൽറാം ജയന്തിയാണ്, അപ്പൊ ഉച്ച വരെ ഞങ്ങൾ ഉപവാസമാണ് എന്നൊക്കെ പറയുമ്പോ ആധ്യാത്മികതയിൽ ഇല്ലാത്ത വ്യക്തികൾക്ക് ഇതൊരു പരിഹാസ മനോഭാവത്തിലേക്ക് മാറും. അയ്യേ അവന് വട്ടാണല്ലേ, അവൾക്ക് വട്ടാണ് എന്ന ഭാവത്തിലേക്ക് വരും. അവരുടെ പാപവും കൂട്ടാൻ പോണ്ട, കേൾക്കുന്ന നമ്മുടെ മനസ്സിന്റെ വിഷമവും കൂട്ടാൻ വേണ്ട, ഒന്നും വേണ്ട. ഇല്ല രാവിലെ കഴിച്ചിരുന്നു ഇപ്പൊ ഫുള്ളായിരിക്കും, ഞാൻ അങ്ങനെയാ പറയാറ്. ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ വയറിന് നല്ല സുഖമില്ല എന്ന് പറഞ്ഞ് തീർക്കുക. പക്ഷെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന വ്യക്തികളോട് പറയാ, ഇന്ന് ഇന്ന വ്രതമാണ്, അപ്പൊ ഞങ്ങൾ അത് എടുക്കുകയാണ് എന്ന് നല്ല മനസ്സോടു കൂടി പറയാം. മനസ്സിലായില്ലേ? അതിനാണ് നമുക്ക് ഭഗവാൻ ബുദ്ധി തന്നിരിക്കുന്നത്. അപ്പോ എന്താ ചെയ്യുന്നത്, ആ ഒരു ആചാര്യന്മാർ നമുക്ക് ഒരുപാട് വ്രതങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. മഹാത്മാക്കൾ ഒട്ടും തന്നെ പിഴയ്ക്കാതെ ഇവ അനുഷ്ഠിച്ചു പോരുന്നത് കൊണ്ട് അവരുടെ അഭീഷ്ടം നിറവേറുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ അവരുടെ അഭീഷ്ടവും നിറവേറുന്നുണ്ട്. എന്തിനാണ്? കള്ളം പറയുന്നതല്ല പ്രഭു. അതെന്താ വിഷയം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ചില വ്യക്തികൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം മഞ്ചരീസിലുള്ള പല ആളുകളുടെ കാര്യം നോക്കിയാൽ അവർ വീടുകളിൽ പല വ്രതങ്ങൾ എടുക്കുന്നതും എന്തിന് ഭഗവാൻ ഒരു വിളക്ക് വെക്കുന്നത് പോലും ആരും കാണാതെയും ആരും അറിയാതെയൊക്കെയാണ്. കാരണം പല പ്രശ്നങ്ങളുണ്ട് നമുക്ക്. മനസ്സിലായില്ലേ? ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊരു ലൊക്കേഷനൊക്കെ പോയാൽ തന്നെയും എന്തിന്, ഞാനിപ്പോ രാവിലെ ജിമ്മിൽ പോകുന്ന സമയത്ത് അവിടെ എൻ്റെ ചില ഫ്രണ്ട്സിനോട് പറയോ ഞങ്ങളൊന്നും ഇത്രയ്ക്കൊന്നും ചെയ്യില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഒരു ടോക്കിംഗ് സ്റ്റൈല് വേറെയാണ്. നമ്മൾ അനുഷ്ഠിക്കുന്നത് നമ്മൾ എന്തിനു പറഞ്ഞിട്ട് നമ്മൾ എന്തിനു ഇതാക്കണം, നമുക്ക് വേണ്ട, അത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു. കാരണം ഇത് 2025 കലിയുഗമാണ്. അംഗീകരിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഭക്തി എന്ന് പറയുന്ന കാര്യത്തെ അംഗീകരിക്കാൻ പ്രയാസമാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കണം, ഇതാണ് അവരുടെ ആവശ്യം. അപ്പൊ എന്ത് ചെയ്യാ, ഭഗവാനെ അംഗീകരിക്കുന്നവരോട് നമ്മൾ പറയാ, നമുക്ക് ഏകാദശി വ്രതമാണ്, പ്രദോഷമാണ്, ഷഷ്ടിയാണ്, അല്ലെങ്കിൽ ബൽറാം ജയന്തിയാണ്, നരസിംഹ ജയന്തിയാണ്, രാധാഷ്ടമിയാണ്. അവർക്കത് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതില്ലാത്തവരോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അവര് പുച്ഛിക്കും. ആ പുച്ഛിക്കുന്ന സമയത്ത് ആ ജീവാത്മാവിന്റെ ഒരു കർമ്മഫലം കൂടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കാരണം ഒരിക്കലും ഒരു ജീവാത്മാവിന് കർമ്മഫലം എന്ത് പറയരുത്, കൂടാൻ പാടേയില്ല. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെയും ഇത് തന്നെയാണ് വിഷയം. മനസ്സിലായില്ല? അത് അങ്ങ് ജീവിക്കുന്ന സാഹചര്യങ്ങളിലും മറ്റ് മഞ്ചരീസിലുള്ള ഒരുപാട് ആളുകളുടെ സാഹചര്യവും എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അത് പറഞ്ഞാൽ ഉൾക്കൊള്ളാത്ത ഒരുപാട് ആളുകളുണ്ട്. മനസ്സിലായില്ല? ഒത്തിരി നിർബന്ധിപ്പിച്ച് നോൺ വെജ് കഴിക്കുന്ന കുടുംബങ്ങളുണ്ട്. മഞ്ചരീസിലുള്ള പല ജപിക്കുന്നവരെയും നിർബന്ധിപ്പിച്ചിട്ട് എന്താ പറയാ നോൺ വെജ് കഴിപ്പിക്കുന്നവരുണ്ട്. അവർക്ക് വേറെ മാർഗവും ഇല്ല, അവരുടെ അവസ്ഥ അതാണ്. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു മാതാജി ഉണ്ട്, ഏകാദശി വരുമ്പോൾ എന്നോട് പറയും തലേന്ന്, മാതാജി പ്രാർത്ഥിക്കണേ. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും. പിറ്റേ ദിവസം ആ മാതാജി എന്താ ചെയ്യാന്നറിയോ, അവര് അയ്യോ എനിക്ക് തീരെ വയ്യ, ഭയങ്കര ലൂസ് മോഷനാണ്, സഹിക്കാൻ പറ്റാത്ത ലൂസ് മോഷനാണ്, ഞാൻ അതുകൊണ്ട് ഇളനീര് വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ കഴിച്ച് ഞാൻ ഇരിക്കുക, എനിക്ക് വയ്യ, ചോറൊന്നും വേണ്ട എന്ന ഭാവത്തിൽ അവരിയ്ക്കും.
അങ്ങനെയാണ് അവർ ഏകാദശി എടുക്കുന്നത്. അല്ലെങ്കിൽ അവർ അനുഭവിക്കാൻ പോകുന്നത് വലിയ പ്രശ്നമാണ്. മനസ്സിലായില്ല? അപ്പൊ അങ്ങനെയുള്ള കുറെ അവസ്ഥകളുണ്ട്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരാൾക്കും അംഗീകരിക്കാനാവാത്ത ആളുകളുടെ കർമ്മഫലം കൂട്ടാൻ നമ്മളായിട്ടൊന്നും പറയരുത്. നമ്മൾ അവർ അംഗീകരിക്കുമെങ്കിൽ ധൈര്യമായിട്ട് പറയാം, അംഗീകരിക്കില്ല എങ്കിൽ അവരുടെ കർമ്മഫലത്തിലേക്ക് ഒരു പെർസെൻറ്റേജും കൂടി അവർ ഭഗവാനെ നിന്ദിക്കുമ്പോൾ അവർക്ക് വരും. അത് വേണ്ട. അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കാതിരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, മിണ്ടാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ മുസ്ലിംസിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഈ റംസാൻ ടൈമിൽ നമ്മൾ ഒരിക്കലും നിങ്ങൾ കഴിച്ചോ എന്ന് ചോദിക്കില്ല. കാരണം എന്താ, അതേ ഒരുപാട് പേർക്ക് മനസ്സിലാവില്ല അതെന്താന്ന്. കാരണം എന്താ, നമുക്കറിയാം അവർ കഴിക്കില്ല എന്ന്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ കഴിക്കാണ്ടിരിക്കുക, നിങ്ങൾ കഴിച്ചൂടെ എന്നും നമ്മൾ ചോദിക്കില്ല. പക്ഷെ ചില വ്യക്തികൾ അത് അംഗീകരിക്കാതെ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്ന അങ്ങനെ രണ്ട് വിഭാഗമുണ്ട് സമൂഹത്തിൽ. അപ്പോൾ രണ്ട് വിഭാഗത്തെയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആളുകളുമായിട്ട് മുന്നോട്ട് പോയി. ഇത് ശ്രീല പ്രഭുപാദി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാനെ അംഗീകരിക്കുന്നവരോട് മാത്രം ഭഗവാന്റെ കാര്യം പറയാമെന്ന് ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തവരോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവരത് അംഗീകരിക്കില്ല. അത് ഒരു കർമ്മഫലമായിട്ട് അവർക്ക് മാറും. അത് നമുക്ക് വേണ്ട. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാ വ്രതാനുഷ്ഠാനങ്ങളും കൃത്യമായിട്ട് നമ്മൾ എടുത്തു പോവുകയാണെങ്കിൽ, അനുഷ്ഠിച്ചു പോന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അവരുടെ അഭീഷ്ടം നിറവേറും. അപ്പൊ വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുമ്പോൾ എന്തായിരിക്കും അഭീഷ്ടം നമുക്ക് വരാൻ പോകുന്നത്? നമുക്ക് കൂടുതൽ സമ്പത്ത് വന്നു ചേരണം എന്നാണോ? ഒരിക്കലുമല്ല. നമുക്ക് ആത്മീയ ഉന്നതി വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിലൂടെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്, അല്ലേ? ബിന്ദമ്മ റൂമിൽ പോയിരുന്നോളൂ. ഇവിടെ ഇരുന്ന് ചൂടെടുത്ത് എന്തിനാ ഇങ്ങനെ വരുന്നത്? അതിന്റെ ആവശ്യം എന്താ? വേർത്ത് കുളിക്കണ്ടല്ലോ. റൂമിൽ ഏസിട്ടിരിക്കില്ല, അവിടെ പോയിരിക്കും, അവിടെ കിടന്നോളൂ കുറച്ചു നേരം. അപ്പൊ എന്താ ഉണ്ടാവുന്നത്, നമുക്ക് കൂടുതൽ അഭീഷ്ടം നിറവേറിക്കൊണ്ടേയിരിക്കും, അല്ലേ? അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, ആ അഭീഷ്ടം നിറവേറ്റ എന്നുള്ള മനോഭാവത്തോടു കൂടി പോയി. എന്തായിരിക്കും ആ അഭീഷ്ടം എന്ന് പറയുന്നത്? ആ അഭീഷ്ടം എന്ന് പറയുന്നത് ആധ്യാത്മികതയിൽ ഉണർവ് ലഭിക്കുക, ആധ്യാത്മികതയിൽ ഉയരത്തിലേക്ക് എത്തുക എന്നാണ്. അങ്ങനെയാണ്. ശരിയാണ് പ്രഭു. പക്ഷേ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചിന്തിച്ചേ പറ്റൂ. പല സ്ത്രീകളും മഞ്ജരീസിൽ ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നവരാണ്. ഭർത്താവിനെയും അമ്മായിയമ്മയെയും ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അവർക്ക് പട്ടിയല്ല, ഹാന കുരച്ചാലും തിരിഞ്ഞു നോക്കിയേ പറ്റൂ. എനിക്കത് മനസ്സിലാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും ഇപ്പം എനിക്കോ അല്ലെങ്കിൽ മറ്റു പല സ്ത്രീകൾക്കും കിട്ടിയ സ്വാതന്ത്ര്യമോ അംഗീകാരമോ ഒന്നും പല സ്ത്രീകൾക്കും അവരുടെ വീടുകളിൽ ഇല്ല. അതെനിക്ക് ശരിക്കറിയാം. ഇപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് തിരിച്ച് ചോദിക്കാനുള്ള ഒരു റൈറ്റ്സ് ഉണ്ട്. ബിക്കോസ് എനിക്ക് ജോലിയുണ്ട്, ഞാൻ ഏൺ ചെയ്യുന്നു, എനിക്ക് മുന്നോട്ട് പോവാം. അതൊന്നുമില്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് ആര് കുറച്ചാലും തിരിഞ്ഞു നോക്കിയേ പറ്റും. അത് അവരുടെ സാഹചര്യമാണ്. നമുക്കൊരിക്കലും അത്രയും ബോൾഡിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം അവരങ്ങനെ ജീവിക്കുന്നവരാണ്. പാവം നമ്മുടെ ഗ്രൂപ്പിലെ അനു എന്ന് പറയുന്ന ഒരു മാതാജി തന്നെയുണ്ട്. ഞാൻ അവരെ ഇതായിട്ട് പറയല്ല കേട്ടോ. അതിന് അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, ഒരു സഹോദരനുള്ളത് എവിടെയോ ആണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അതിനെല്ലാം സഹിച്ച് അതൊന്ന് ഏകാദശി എടുക്കാൻ, അതൊന്ന് ജപിക്കാൻ, ഒന്ന് വായിക്കാൻ, ഒന്ന് വിളക്ക് വെക്കാൻ, അത് പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയൂ. അതെല്ലാം എന്നോട് പറയുന്ന ഒരാളാണ്. പരിമിതികൾ ഒരുപാടുണ്ട്. വേറൊരു മാതാജി ഉണ്ട്. ഭഗവാന്റെ വിഗ്രഹം കൊണ്ടുപോയി അലമാരക്കകത്ത് തുണി വെച്ച് മൂടിയിട്ട് അലമാര പൂട്ടിയിട്ട് താക്കോലും കൊണ്ട് നടക്കും. അതിന് വിളക്ക് വെക്കണമെങ്കിൽ രാത്രി എല്ലാവരും ഉറങ്ങിയാൽ ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുപോയി ഒരു ചന്ദനത്തിരി കത്തിക്കും. അങ്ങനെയുമുള്ള മാതാജിമാർ നമ്മുടെ മഞ്ജരീസിലുണ്ട്. ഇത് വൈഡായിട്ട് ഇവരുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അപ്പൊ അവർക്ക് അതൊക്കെ നോക്കിയേ പറ്റൂ. കാരണം എന്താ, ജീവിതം കളയാൻ പറ്റില്ല. അവരുടെ മുമ്പിൽ 2 മക്കളുണ്ട്. ആ മക്കളെയും ചേർത്ത് പിടിച്ച് ഭഗവാനെയും ചേർത്ത് പിടിച്ച് പരിമിതികളിൽ കഴിച്ചു കൂട്ടുന്ന എത്ര അമ്മമാര് നമ്മുടെ ഗ്രൂപ്പിലുണ്ടെന്നറിയാമോ? എത്ര പേരുണ്ടെന്നറിയാമോ? ഒന്ന് ഏകാദശി എടുത്താൽ, ഒന്ന് നോൺ വെജ് കഴിച്ചാൽ അന്നത്തെ ദിവസം അവർക്ക് കാളരാത്രി ആയിരിക്കും. അങ്ങനെയുള്ളവരും ഉണ്ട്. ഇപ്പൊ പവരൻ എന്താ പറയാ, ഞങ്ങൾ പറയില്ല മാതാജി, പറയാറില്ല, പറയാതെ അങ്ങോട്ട് പോവും, അങ്ങനെയാ ചെയ്യുന്നത്. എന്തിനു പറയണം? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പം നോൺ വെജ് എടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ട് അത് തൊടാതെ വെജ് മാത്രം സൈഡിൽ നിന്ന് കുറച്ച് ചോറ് മാത്രം കഴിച്ചിട്ട് അത് ആ പ്ലേറ്റിൽ തന്നെ മാറ്റി വെച്ച് കഴിച്ചു പോകുന്ന മാതാജിമാരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ കാണുന്ന ലോകത്തിലൂടെ അല്ല അവരൊന്നും കടന്നു പോകുന്നത്. മനസ്സിലായില്ലേ? എല്ലാവരുടെ കാര്യവും കേൾക്കുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അവരുടെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നറിയോ? പാത്രത്തിലേക്ക് കഴിക്കി, നിന്റെ വെജിറ്റേറിയൻ ഒഴിവാക്കുക, കഴിക്കി എന്നും പറഞ്ഞുകൊണ്ട് മീനും ചിക്കനും അവരെ പ്ലേറ്റിലോട്ട് അവരെ മുന്നിൽ ഇട്ട് കൊടുക്കും. അവരെന്താ ചെയ്യുക? സന്തോഷത്തോടെ അത് സ്വീകരിച്ചിട്ട് കഴിക്കുന്ന പോലെ കാണിച്ച് ചോറിൻ്റെ ഉള്ളിൽ പൂഴ്ത്തി വെച്ചിട്ട് ബാക്കി മാത്രം എടുത്ത് കഴിച്ചു പോകുന്ന മാതാജിമാരുണ്ട്. ഇവരൊക്കെ എന്നോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിക്ക് പേരെടുത്ത് ലൈവിൽ പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും അവർക്കൊന്നും നിന്ദിക്കാൻ പറ്റൂല. കാരണം അവർക്ക് ഇറങ്ങി പോകാൻ ഇടയില്ല. പാവങ്ങൾ എങ്ങോട്ട് പോകും?
എന്ത് ചെയ്യും? മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? വളരെയധികം നിശബ്ദതയോടുകൂടി പോകുന്ന എത്ര അമ്മമാരുണ്ടെന്നറിയാം. എനിക്ക് ഇവരെയൊക്കെ അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, ചില സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ പറയാതിരിക്കുക. നമ്മൾ പഠിച്ചിട്ടില്ലേ, അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക. അതുപോലെ ഞാൻ അവരോട് പറയുന്നത് എന്താ അറിയോ? വയലൻസ് വേണ്ട, സൈലൻസ് മതി. മിണ്ടാണ്ടിരിക്കുക. എന്താ ഏകാദശി എടുത്തിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എടുത്തിട്ടില്ല, എന്നും ഒന്നും പറയാതെ മിണ്ടാതെ പോവുക. വയറിന് സുഖമില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പല അവസ്ഥകളുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനത്തെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എത്ര പേരുണ്ടെന്ന് ഓർത്തിട്ടാ? ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഈ അധ്യായത്തില് 2ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ഈ ഭക്തിയുത സേവനം ആയാസരഹിതമായിട്ട് മാത്രമല്ല, വളരെ സന്തുഷ്ടിയോടും കൂടി ചെയ്യാവുന്ന കാര്യമാണ് ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. കർക്കശമായിരിക്കുന്ന തപശ്ചര്യയോ വ്രതമോ ഒന്നും ആവശ്യമില്ല. ഒരു കാര്യം ആവശ്യമില്ല. ഒന്നും നമുക്ക് ആവശ്യമില്ല. അതാ അടുത്ത ആള് ജിൻസി കണ്ണൻ, അതനുഭവിക്കുന്നതും എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഒത്തിരി പേരുണ്ട് നമ്മുടെ മഞ്ചരീസില് ഇങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന പാവങ്ങള്. ഇത് ഭർത്താക്കന്മാരുടെ മാത്രം ഇതല്ല കേട്ടോ. ചില വീടുകളിൽ മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അതും അതിൻ്റെ അപ്പുറത്തേക്കുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കൃഷ്ണാവബോധത്തിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് കർക്കശമായിരിക്കുന്ന ഒരു തപസ്സോ വ്രതമോ ഒന്നും ആവശ്യമില്ല. നിപുണമായൊരു ആധ്യാത്മിക ഗുരുവിൻ്റെ സഹായമുണ്ടെങ്കിൽ ആർക്കും, ഗൃഹസ്ഥനായാലും ശരി, സന്യാസിയായാലും ശരി, ബ്രഹ്മചാരി ആയാലും ശരി, ഈ ലോകത്തില് എവിടെ വെച്ചും ഏതവസ്ഥയിലിരുന്നും ഭഗവത് ഭക്തിയോടെ ഈ സേവന കർമ്മം നിർവഹിച്ച് ഒരു യഥാർത്ഥ മഹാത്മാവായിട്ട് മാറാൻ സാധിക്കും. നല്ല ബുദ്ധിയുള്ള ഒരു ഗുരു നിങ്ങളുടെ പിന്നിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കൃഷ്ണാവബോധത്തിലേക്ക് വന്നിരിക്കും. അവരുടെ വാക്കുകളിലൂടെ, അവർ കാണിച്ചു തരുന്ന വഴികളിലൂടെ നമുക്ക് കൃഷ്ണാവബോധത്തിൽ ഉയരാൻ പറ്റും. അങ്ങനെ നമുക്ക് ശ്രീല പ്രഭുപാദി ഒരു ഗുരുവായിട്ട് നമ്മുടെ കൂടെയുണ്ട് അല്ലേ? അദ്ദേഹത്തിന്റെ നിപുണമായിരിക്കുന്ന ബുദ്ധിപൂർവത്തോടെയുള്ള ആശയങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായി? കൃഷ്ണാവബോധത്തിൽ നമ്മളിങ്ങനെ ഉയർന്നുയർന്നു വരികയാണ്. മനസ്സിലായോ? ഇനി 15ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നു. 15ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ, ജ്ഞാനജ്ഞേന ചാഭന്യേ യജ്ഞോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശുദ്ധോ മുഖം എന്നാ പറയുന്നത്. അപ്പോ എന്താണ് 15ാമത്തെ ശ്ലോകം? ജ്ഞാനാർജനം കൊണ്ട്, അറിവ് നേടുന്നത് കൊണ്ട് യജ്ഞം ചെയ്യുന്ന മറ്റു ചിലർ സർവേശ്വരനെ അധീതനായും ബഹുരൂപനായും വിശുദ്ധോന്മുഖനായിട്ടും ആരാധിക്കുന്നു. എന്താ പറയുന്നത്? ജ്ഞാനാർജനം കൊണ്ട്, അറിവ് സമ്പാദിക്കുന്നത് കൊണ്ട് യജ്ഞം ചെയ്യുന്ന ചില ആളുകള് ഭഗവാനെ അദ്വിതീയനായിട്ട്, ബഹുരൂപനായിട്ട്, ഒരുപാട് രൂപഭാവങ്ങളോടുകൂടി വിശുദ്ധോന്മുഖനായിട്ട് ഈ ലോകത്തിന് തന്നെ ഉയർന്ന അവസ്ഥയിൽ വെച്ചുകൊണ്ട് നമ്മൾ ആരാധിക്കുന്നുണ്ട്. മുൻ ശ്ലോകങ്ങളുടെ ഒരു മിക്സ് ആണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന 15ാമത്തെ ശ്ലോകം. തികഞ്ഞ കൃഷ്ണാവബോധമുള്ള, ശ്രദ്ധിച്ചു കേൾക്കണം, തികഞ്ഞ കൃഷ്ണാവബോധമുള്ള, കൃഷ്ണനൊഴികെ മറ്റൊന്നും അറിയാത്ത ആളാണ് മഹാത്മാവെന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു. മനസ്സിലായില്ലേ? തികഞ്ഞ കൃഷ്ണാവബോധത്തോടുകൂടി ജീവിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കൃഷ്ണനെ മാത്രമേ അറിയുന്നു. വേറെ ആർക്കും വേറെ ആർക്കും അറിയില്ല. കൃഷ്ണഗാഥ അല്ലെ? എടുത്തരാം സർ. അപ്പോ എന്താണ്? തികഞ്ഞ കൃഷ്ണാവബോധത്തോടു കൂടി ജീവിക്കുന്ന, കൃഷ്ണനൊഴികെ മറ്റൊന്നും അറിയാത്ത ആളാണ് മഹാത്മാവെന്ന് ഭഗവാൻ തന്നെ അർജുനനോട് പറയുന്നുണ്ട്. അവർക്ക് കൃഷ്ണനെ കുറിച്ച് മാത്രമേ അറിയൂ. കാരണം എന്താ? എല്ലാം കൃഷ്ണനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കൃഷ്ണൻ മാത്രമേ ഉള്ളൂ എന്ന മനോഭാവത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ മഹാത്മാവ് ആയില്ലെങ്കിൽ കൂടിയും എന്താ പറയുന്നത്, കൃഷ്ണനെ ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലേ? മഹാത്മാവുകൾ മാത്രമല്ല കൃഷ്ണനെ ആരാധിക്കുന്നത്, സാധാരണ ജനങ്ങളും കൃഷ്ണനെ ആരാധിക്കുന്നുണ്ട്. ഇവരിലെ ചിലരാണ് ആർത്തൻ, ദരിദ്രൻ, ജ്ഞാനി, ജിജ്ഞാസു, ഇതൊക്കെ എന്ന് പറയുമ്പോൾ കൃഷ്ണനെ ആരാധിക്കുന്ന വ്യക്തികളാണ്. അവർക്ക് താഴെയുള്ള 3 തരക്കാര് അതാരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാനും താനും ഭിന്നരല്ല, വ്യത്യസ്തരല്ല എന്ന ബോധത്തോടെ ആത്മാരാധന ചെയ്യുന്നവർ, ആത്മാവിനെ കൊണ്ട് ആരാധന ചെയ്യുന്നവർ, ഞാനും ഭഗവാനും ഒന്ന് തന്നെ, എൻ്റെ ആത്മാവും ഭഗവാന്റെ പരമാത്മാവും ഒന്ന് തന്നെ എന്ന ആത്മസമർപ്പണത്തോടു കൂടി ആരാധന ചെയ്യുന്നവർ, ഭഗവാനെ ഏതെങ്കിലും ഒരു രൂപത്തിലെ വിഭാവനം ചെയ്ത് അതിനെ ആരാധിക്കുന്നവർ, ഭഗവാനെ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റിലേക്ക് അവർ കൊണ്ടുവരും, എന്തെങ്കിലും ഒരു ഭാവത്തിലേക്ക് കൊണ്ടുവരും. ഉണ്ണിക്കണ്ണനായിട്ടോ നരസിംഹമൂർത്തിയായിട്ടോ എന്തെങ്കിലും ഓടക്കുള്ളിൽ പിടിച്ചിരിക്കുന്ന കൃഷ്ണനായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഭാവത്തിലേക്ക് കൊണ്ടിട്ട് അവർ ആരാധന ചെയ്യും. ഭഗവാന്റെ വിശ്വരൂപത്തെ ആരാധിക്കുന്നവർ, ഇതൊന്നുമല്ല എനിക്ക് എൻ്റെ ഭഗവാന്റെ വിശ്വരൂപമാണ് വേണ്ടത് എന്ന മനോഭാവത്തോടുകൂടി ആരാധന ചെയ്യുന്നവർ,
തങ്ങൾ അദ്വൈതികളാണെന്ന് വിചാരിച്ചിട്ട് സ്വയം ഭഗവാൻ എന്ന് വിചാരിച്ചിട്ട് ഭാവേന ആത്മാരാധന ചെയ്യുന്ന ഏറ്റവും താഴ്ത്ത പടിയിൽ നിൽക്കുന്നവർ. ഞാൻ തന്നെയാണ് ഭഗവാൻ, എന്നിൽ തന്നെയാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്, എൻ്റെ പാദം കഴുകണം, എൻ്റെ കാല് കഴുകണം, എനിക്കത് ചെയ്യണം, ഇത് ചെയ്യണം, ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ഭഗവാൻ എന്ന ഭാവത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്താണ്? ഏറ്റവും താഴെയാണ്. പക്ഷെ ഉയർന്ന ഭക്തർ എങ്ങനെയാണെന്നറിയോ? അവർക്കൊന്നും വേണ്ട, അവരൊന്നിനെ കുറിച്ചും ചിന്തിക്കില്ല. ഞാൻ ഒന്നുമല്ല, ഒരു സീറോ ആണ് എന്ന ഭാവത്തിലാണ് അവർ നിൽക്കുക. ഇവർ എണ്ണത്തിൽ കൂടുതലാണ്. ആര്? ഈ സ്വയം ഭഗവാൻ എന്ന് നടിക്കുന്ന ആൾക്കാരാണ് എണ്ണത്തിൽ കൂടുതലുള്ളത്. കാരണം ഇത് കലിയുഗമായതുകൊണ്ട് കേട്ടോ. ഈ കൂട്ടര് എന്താ ചെയ്യുന്നത്? തങ്ങൾ തന്നെ ഭഗവാൻ എന്ന് സ്വയം ചിന്തിക്കുകയാണ്. എനിക്ക് എന്തൊക്കെയൊക്കെയോ വലിയ ശക്തിയുണ്ട്, എന്തൊക്കെയൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ മനോഭാവത്തിൽ തുടരാൻ സാധിക്കുന്ന ആൾക്കാരുണ്ട്. ഈ മനോഭാവത്തോടെ അവർ അവരെ തന്നെ ആരാധിക്കുകയാണ്. മനസ്സിലായില്ലേ? അവരെന്താ ചെയ്യുന്നത്? അവരെ തന്നെ ആരാധിക്കും. ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന ഭാവത്തില്. ഇത് ഒരുവിധം ഈശ്വര ആരാധന തന്നെ. തങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഭൗതിക ശരീരമില്ലെന്നും ആത്മാവാണെന്നും അവർക്ക് ബോധമുണ്ടെങ്കിലും ഓക്കെ, അവർ ശരീരമല്ല ആത്മാവാണ് എന്ന ഭാവത്തിലാണ് അവർ ആരാധിക്കുന്നതെങ്കിലും ഓക്കെ. അതല്ല ഞാനാണ് ദൈവം എന്ന ഭാവത്തിൽ ആരാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. പൊതുവേ നിരാകാരവാദികൾ, അതായത് വിശ്വാസമില്ലാത്ത വ്യക്തികൾ ഭഗവാനെ ആരാധിക്കുന്നത് ഈ രീതിയിലാണ്. എന്തിനാ ഞാൻ അവിടെ പോകുന്നത്? ഞാൻ തന്നെ ഭഗവാൻ, ഞാൻ എന്നെ തന്നെ ആരാധിക്കും എന്ന്, ഞാനൊരു ദൈവമാണ്, അല്ലെങ്കിൽ ഞാനൊരു ദേവിയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഭഗവാനാണ് എന്ന ഭാവത്തിൽ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. അവര് എന്താ പറയുക? അവരെ തന്നെ ആരാധിക്കും. ദേവോപാസകരുടേതാണ് രണ്ടാമത്തെ വിഭാഗം. ഏത് രൂപത്തെയും ഭഗവത് രൂപമാണെന്നവർ ഭാവനയിൽ കൽപ്പിക്കും. ഏതൊരു രൂപം കണ്ടാലും അത് ഭഗവാന്റെ രൂപമാണ്. ഒരു ചെടി കണ്ടാലും അത് ഭഗവാന്റെ രൂപമാണ്. ഒരു പൂ കണ്ടാലും ഇത് ഭഗവാന്റെ രൂപമാണ് എന്ന ഭാവത്തിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. മൂന്നാമത്തെ വകുപ്പിൽപ്പെട്ട ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാല് പ്രത്യക്ഷ പ്രപഞ്ചത്തിന് അതീതമായി ഒന്നിനെയും അവർക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഈ പ്രപഞ്ചം തന്നെയാണ് ഏറ്റവും വലിയ സത്യം, ഈ പ്രപഞ്ചം തന്നെയാണ് ശക്തി, ഇതാണ് ഈശ്വരൻ എന്ന ഭാവത്തിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ പ്രപഞ്ചത്തെ ഉത്കൃഷ്ടമായിരിക്കുന്ന ജീവവസ്തു എന്ന് കരുതി ആരാധിക്കുന്നു. ഇങ്ങനെ കൈവച്ചിട്ട് ഈ പ്രപഞ്ചത്തെ തന്നെ അവർ ആരാധിക്കും. ഇതും ഭഗവാൻ തന്നെ ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ അതിനെ മാത്രമായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. പ്രപഞ്ചവും ഭഗവാന്റെ രൂപം തന്നെയാണ്. പക്ഷേ പ്രപഞ്ചത്തെ ആരാധിക്കുമ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്ന ആത്മീയ അവബോധം നമ്മൾക്കുള്ളിൽ ഉണ്ടാവണം. ഇതും ഭഗവാന്റെ രൂപം തന്നെ, ഇല്ല എന്ന് പറയുന്നില്ല, ഇതും ഭഗവാന്റെ സൃഷ്ടി തന്നെ, ഭഗവാന്റെ കൽപ്പനയ്ക്കനുസരിച്ചാണ് ഈ പ്രപഞ്ചവും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനായിരിക്കുന്ന കൃഷ്ണനുണ്ട് എന്ന വസ്തുത നമ്മൾ എന്ത് ചെയ്ത് വിട്ടുപോകരുത്. ക്ലിയർ? ഇനി 16ാമത്തെ ശ്ലോകം. നമ്മുടെ ശ്രീകണ്ഠൻ പ്രഭു പറഞ്ഞതുപോലെ ആരോ പറഞ്ഞു ഇങ്ങനെ പോകാൻ സാധിക്കുന്നില്ല, സുധാ മാതാജിയാന്ന് തോന്നുന്നു അല്ലെ. നമുക്ക് മാനസപൂജയെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മാതാജി ഒരു ക്ലാസ്സിൽ. മാതാജിക്ക് അങ്ങനെ പോകാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം, പലർക്കും വീടുകളിൽ നിന്ന്, ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ ഇന്ന് രാത്രി എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണമെന്ന് വെച്ചാൽ ട്രാവൽ ചെയ്തു പോവാം. വീട്ടിൽ വിളിച്ച് അച്ഛാ ഞാൻ ഇന്ന സ്ഥലത്ത് പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകുന്ന കാര്യമുള്ളൂ. കാരണം നമ്മുടെ ജോലിയും നമ്മുടെ ജീവിത രീതി അതാണ്. പക്ഷെ പല അമ്മമാർക്കും ആൾക്കാർക്കും അങ്ങനെ പോകാൻ കഴിയില്ല. അവർക്ക് അടുത്ത വർഷം പോകണമെങ്കിൽ ഈ വർഷം മുതലേ പെർമിഷൻ എടുത്തുകൊണ്ടേയിരിക്കണം അല്ലേ. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ അങ്ങനെയൊക്കെ പോകാൻ പറ്റാത്തവർക്ക് മാനസപൂജ, അതാണ് അദ്ദേഹം പറഞ്ഞത്, മനസ്സുകൊണ്ട് ആരാധിക്കാമെന്ന്. മാനസപൂജ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വീട്ടിൽ നമ്മൾ എപ്പോഴും സ്ഥിരം പൂജ ചെയ്യുന്ന വ്യക്തികളാണ്. നമുക്കിപ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ എല്ലാ ഐഡൽസും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എത്തുന്നിടത്തുനിന്ന് മാനസ പൂജയിൽ ഭഗവാന് സമർപ്പണം ചെയ്യുക മനസ്സുകൊണ്ട്. അത് എവിടെ ഇരുന്നാട്ടാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. മാനസ പൂജ എന്ന് നമ്മൾ മനസ്സുമായിട്ട് ഭഗവാനെ കണക്ട് ചെയ്യുന്നതാണ്. അതേക്കുറിച്ച് വിശദമായി ഞാനൊരു ക്ലാസ് തന്നെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു, ഓർക്കണം കേട്ടോ. അപ്പൊ മാനസ പൂജ ചെയ്യാം. ഇനി എന്താ അടുത്തത്? 16ാമത്തെ ശ്ലോകമാണ്. അഹം ക്രതു രഹം യജ്ഞ സ്വാദാഹമഹം ഔഷധം മന്ത്രോ ഹമ ഹമോ ഭോജ്യ മഹത് മത് നിരഹം ഹുതം എന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിയയും യജ്ഞവും ഞാനാകുന്നു. അതായത് ക്രിയ എന്ന് പറഞ്ഞാൽ കർമ്മം, യജ്ഞം എന്ന് പറഞ്ഞാൽ സമർപ്പണം. ഇത് രണ്ടും എന്താണ്? ഭഗവാൻ തന്നെയാണ്. പിതൃകൾക്ക് നൽകപ്പെടുന്ന ഹവ്യവും ഔഷധവും അഭൗതിക മന്ത്രങ്ങളും ഞാനത്രേ. ഇപ്പൊ പിതൃക്കൾക്ക് പോയിട്ട് നമ്മളൊരു ഹവ്യം നൽകുകയാണെങ്കിൽ, സമർപ്പണം നൽകുകയാണെങ്കിൽ, ബലി നൽകുകയാണെങ്കിൽ ഇതെല്ലാം സ്വീകരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. കാരണം ഇതെല്ലാം അവസാനം ഭഗവാനിലേക്കാണ് പോയി ലയിക്കുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ സ്വീകരിക്കുന്നത് ഭഗവാൻ തന്നെ. അഗ്നിയും അതിൽ ഹോമിച്ചവയും നെയ്യും ഞാൻ തന്നെ. ഇപ്പൊ ഒരു അഗ്നികുണ്ഡം വെച്ച് ആ അഗ്നി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതെ അതെ തീർച്ചയായിട്ടും നമുക്ക് മാനസപൂജയാണ്. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ എനിക്കും കൂടുതൽ സമയങ്ങളിൽ മാനസപൂജയാണ് എനിക്കും നടക്കാറ്. കാരണം എപ്പോഴും വീട്ടിലുണ്ടായിക്കോണമെന്നില്ലല്ലോ. അപ്പൊ മാനസപൂജ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പിന്നെ അയ്യോ ഞാനിന്ന് വീട്ടിലെത്തിയില്ല, ഭഗവാനെ നേദ്യം വെച്ച്, അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട.
മാനസപൂജ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നന്നായിരിക്കും. ജോലി തിരക്കുള്ളവർ എപ്പോഴും മാനസപൂജയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു ഹോമം നടത്തുകയാണെങ്കിൽ ആ അഗ്നിയും ഭഗവാൻ തന്നെയാണ്, അതിൽ ഹോമിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും ഭഗവാൻ തന്നെയാണ്, അതിൽ ഹോമിച്ചിരിക്കുന്ന നെയ്യും ഭഗവാൻ തന്നെയാണ് എന്ന ബോധം നമ്മൾക്കുള്ളിൽ ഉണ്ടാവണം. ജ്യോതിഷ്ഠോമം എന്ന വൈദിക യജ്ഞവും കൃഷ്ണൻ തന്നെയാണ്. പിന്നെന്താ പറയുന്നത്, സ്മൃതിപ്പോക്തമായിരിക്കുന്ന മഹായജ്ഞവും ഭഗവാൻ തന്നെയാണ്. പിതൃക്കളുടെ തൃപ്തിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ബലിക്രിയകൾ അഥവാ ആഹുതികൾ ശുദ്ധിയായിരിക്കുന്ന കൃതരൂപത്തിലുള്ള ഒരു ഔഷധമാണ് അല്ലേ. അത് നമ്മൾ കുറേ എള്ള്, അരി, അങ്ങനെ പല സാധനങ്ങൾ, ജലം, മറ്റേ ഒരുപാട് സാധനങ്ങൾ, പിന്നെ എന്താ പറയുക, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, നമ്മൾ ആ ഒരു ചെറുള ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ബലിയിടുന്ന സമയത്ത്, ഹവ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതെല്ലാം തന്നെ ഒരു വിശിഷ്ടമായിരിക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ്. ഈ ഔഷധക്കൂട്ടുകൾ പോലും എന്താണ്, കൃഷ്ണൻ തന്നെയാണ്, അതും കൃഷ്ണനാണ്. ഇതിനായി ജപിക്കുന്ന മന്ത്രങ്ങളും കൃഷ്ണൻ തന്നെ. യജ്ഞത്തിലേക്കുള്ള പാലുകൊണ്ടുണ്ടാക്കുന്ന ഒരുപാട് ഹവിസ്സുകളുണ്ട്. യജ്ഞം ചെയ്യുന്ന സമയത്ത് പാലുകൊണ്ട് പല പല ഹവിസ്സുകൾ ഉണ്ടാക്കും. ഇതുമെല്ലാം കൃഷ്ണൻ തന്നെയാണ്. പഞ്ചഭൂതങ്ങളിൽ ഒന്നായിരിക്കുന്ന അഗ്നിയാകട്ടെ കൃഷ്ണന്റെ വിവിധ ശക്തികളിൽ ഒന്നാണ് ഈ അഗ്നി എന്ന് പറയുന്നത്. എന്തിന്, വേദങ്ങൾ, കർമ്മകാണ്ഡങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ യജ്ഞങ്ങളും എന്താണ്, കൃഷ്ണൻ തന്നെയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാല് കൃഷ്ണനെ ഭക്തിപൂർവം സേവിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ വേദോക്ത യജ്ഞങ്ങളെ എല്ലാം തന്നെ അനുഷ്ഠിച്ചവരാണ്. എല്ലാ വേദയുക്ത യജ്ഞങ്ങളും എല്ലാം അനുഷ്ഠിച്ചവരായി മാറും ആര്, കൃഷ്ണനെ സേവിക്കുന്ന വ്യക്തികൾ. മനസ്സിലായോ? ഇനി 17ാമത്തെ ശ്ലോകം. പിതാഹമസ്യ ജഗതോ മാതാ ധാതാ പിതാമഹ വേദ്യം പവിത്രമോംകാര ഋക്സാമയജുഗേഗജ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാല് ലോകത്തിന്റെ അച്ഛനും അമ്മയും രക്ഷകനും പിതാമഹനും എല്ലാം ഞാൻ തന്നെ. ഭഗവാൻ പറയുന്നു, ലോകത്തിന്റെ അച്ഛനും അമ്മയും രക്ഷകനും പിതാമഹനും എല്ലാം ഭഗവാൻ തന്നെയാണ്. അറിയേണ്ടതും പവിത്രമാകുന്നതും പ്രണവവും ഋക് സാമ യജൂർ വേദങ്ങളും എല്ലാം ആരാണ്, ഭഗവാൻ തന്നെയാണ്. എല്ലാ വേദങ്ങളും, എല്ലാ മന്ത്രങ്ങളും, എല്ലാ വൈദിക കർമ്മങ്ങളും എല്ലാം ഭഗവാൻ തന്നെയാണ്. സകല ചരാചരങ്ങളും അടങ്ങിയ പ്രത്യക്ഷ പ്രപഞ്ചം മുഴുവൻ, ഈ എല്ലാ പ്രത്യക്ഷ പ്രപഞ്ചവും നമ്മൾ കണ്ടതും കാണാത്തതുമായിരിക്കുന്ന എല്ലാ ബ്രഹ്മാണ്ടങ്ങളും എല്ലാ സമസ്ത പ്രപഞ്ചങ്ങളും എന്താണ്, കൃഷ്ണന്റെ ശക്തിയുടെ വ്യത്യസ്തമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഭൗതിക ജീവിതത്തില് നമ്മൾ വ്യത്യസ്തമായിരിക്കുന്ന ജീവാത്മാക്കളുമായിട്ട് ബന്ധമുണ്ട് അല്ലേ. ഈ ലോകത്ത് നമ്മൾക്ക് ഒരുപാട് ആളുകളുമായിട്ട് ബന്ധമുണ്ട്. അവരെല്ലാം തന്നെ കൃഷ്ണന്റെ തടസ്ഥ ശക്തികളാണ്. അപ്പൊ ആരും ആരെയും എന്ത് ചെയ്യരുത്, താഴ്ത്തിക്കെട്ടരുത്. അതെല്ലാം കൃഷ്ണന്റെ ശക്തികൾ തന്നെയാണ്. പ്രകൃതി സർഗത്തിൽ, അതായത് ഈ ലോകത്തില് അവർ നമ്മുടെ അച്ഛനമ്മമാരായിട്ടോ പിതാമഹന്മാരായിട്ടോ സ്രഷ്ടാക്കളായിട്ടോ ബന്ധുമിത്രാദികളായിട്ടോ കൂട്ടുകാരായിട്ടോ അയൽവാസികളായിട്ടോ ആരെങ്കിലും ഒക്കെ ആയിട്ട് നമ്മളിലേക്ക് അവരടുത്തു വരും. ഇവരെല്ലാം തന്നെ ഭഗവാന്റെ വിഭിന്നമായിരിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന ശക്തികളാണ്. അതുകൊണ്ട് അച്ഛൻ, അമ്മ എന്നീ നിലകളിൽ പ്രത്യക്ഷപ്പെടുന്ന ജീവാത്മാക്കളെല്ലാം കൃഷ്ണനല്ലാതെ മറ്റാരുമല്ല. അവരെല്ലാവരെയും നമ്മൾ കൃഷ്ണനായിട്ട് തന്നെ കാണുക. ഭഗവാനോട് നമ്മൾ എങ്ങനെയാണോ ഇടപെടുന്നത് അതുപോലെ അവരോട് നമ്മൾ ഇടപെടാൻ ശ്രമിക്കുക. ദാദാ എന്ന പദം സ്രഷ്ടാവ് എന്ന അർത്ഥത്തെയാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? ദാദാ പിതാമഹ എന്നാണ് പറയുന്നത്. അപ്പം പിതാഹമസ്യ ജഗതോ മാതാ ദാദാ പിതാമഹ എന്ന് പറയണം. അപ്പൊ ദാദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്രഷ്ടാവ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാതാപിതാക്കൾ മാത്രമല്ല സ്രഷ്ടാക്കൾ, പിന്നെയോ പിതാമഹന്മാർ തുടങ്ങിയിരിക്കുന്ന എല്ലാം കൃഷ്ണന്റെ അംശാവതാരങ്ങളാണ്. നമ്മൾക്ക് മുമ്പേ വന്നിരിക്കുന്ന പിതാമഹന്മാർ അവരെല്ലാവരും തന്നെ കൃഷ്ണന്റെ അംശങ്ങൾ തന്നെയാണ്. വാസ്തവത്തിൽ ഏതൊരു ജീവാത്മാവും കൃഷ്ണന്റെ വിഭിന്നമായിരിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളായാൽ പോലും അവർ കൃഷ്ണൻ തന്നെയാണ്. എല്ലാ വേദങ്ങളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് കൃഷ്ണനാണ്. വേദങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവ് അത് കൃഷ്ണാവബോധത്തിലേക്കുള്ള ആദ്യ കാൽവെപ്പാണ്. നമ്മൾ എല്ലാ വേദങ്ങൾ പഠിക്കുമ്പോഴും എല്ലാ വൈദിക യജ്ഞങ്ങൾ പഠിക്കുമ്പോഴും ശ്ലോകങ്ങൾ പഠിക്കുമ്പോഴും കീർത്തനങ്ങൾ പഠിക്കുമ്പോഴും ഇതെല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കുന്ന ദേവഭാവങ്ങളിലേക്ക് പോവുകയാണെങ്കിലും എല്ലാം കൃഷ്ണാവബോധത്തിലേക്കുള്ള ഒരു കാൽവെപ്പാകുന്നുണ്ട്. വിശേഷിച്ച് നമ്മുടെ മൂലസ്വരൂപത്തെ പവിത്രീകരിക്കാൻ, അതായത് ശുദ്ധീകരിക്കാനുള്ള വിഷയം കൃഷ്ണൻ തന്നെയാണ്. നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ശുദ്ധീകരിക്കണമെങ്കിൽ അത് കൃഷ്ണൻ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ സകല വേദ പ്രമാണങ്ങളെയും ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ജീവാത്മാവും
കൃഷ്ണന്റെ അംശമാണ്. ഇതൊക്കെ ഉൾക്കൊള്ളണമെങ്കിൽ ആ ജീവാത്മാവിന് കൃഷ്ണന്റെ അംശമായതുകൊണ്ട് ഇതെല്ലാം പതുക്കെ 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 ഉൾക്കൊള്ളാൻ സാധിക്കും. എന്നാൽ ഉൾക്കൊള്ളാത്തവരാരാണ്? പൂർവ്വജന്മ കർമ്മഫലം അനുഭവിക്കാൻ ഈ ഭൂമിയിൽ വന്നിട്ട് അത് അനുഭവിച്ചു തീരുമ്പം അവർ പതുക്കെ പതുക്കെ കൃഷ്ണനെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ട് ഇതെല്ലാം കൃഷ്ണന്റെ അംശങ്ങളാണ്. വൈദിക മന്ത്രങ്ങളിൽ വെച്ച് കൃഷ്ണൻ തന്നെയാണ് ഋക് സാമം യജൂർ അഥർവം, യജുസ് അഥർവം എന്ന് പറയുന്നൊക്കെ കൃഷ്ണനാണ്. എല്ലാ വേദങ്ങളിലെയും എല്ലാ മന്ത്രങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത് കൃഷ്ണൻ തന്നെയാണ്. ആ കൃഷ്ണൻ തന്നെയാണ് പ്രണവം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രണവവും കൃഷ്ണൻ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നും മേലെയല്ല, കൃഷ്ണനേക്കാൾ മുകളിലായിട്ട് ഒന്നുമില്ല, എല്ലാം കൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പരമദിവ്യോത്തമ പുരുഷൻ, അഖില കോടി ബ്രഹ്മാണ്ഡ നായകൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ടോപ്പസ്റ്റ് ഗോഡ്, സുപ്രീം ലോർഡ് എന്ന് കൃഷ്ണനെ പറയാൻ കാരണം അതാണ്. ഓക്കെ, ഇനി നമുക്ക് 18ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. 20 ശ്ലോകങ്ങളിൽ നിന്ന് എടുക്കാം കേട്ടോ, മാക്സിമം 20 എടുക്കാം. അപ്പോ 18ാമത്തെ ശ്ലോകം, ഗതിർഭർത്ത പ്രഭുസാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിദാനം ബീജം അവ്യയം എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ലക്ഷ്യവും ഭരണകർത്താവും പ്രഭുവും സാക്ഷിയും വാനസ്തവനവും ആശ്രയവും ഉറ്റമിത്രവും എല്ലാം ഭഗവാൻ തന്നെയാണ്. ഏതവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാലും ഇതെല്ലാം ഭഗവാൻ തന്നെ. സൃഷ്ടിയും സംഹാരവും എല്ലാത്തിന്റെ അടിസ്ഥാനവും ശാശ്വതമായ ബീജവും എല്ലാം ഭഗവാൻ തന്നെ. സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും ഒഴിവാക്കുന്നതും എന്താ പറയുക, എല്ലാ ഭാഗത്തിലേക്ക് നോക്കിയാലും ഇതെല്ലാം തന്നെ എന്താണ്? ഭഗവാനാണ്. ഗതി എന്നാൽ പ്രാപ്യസ്ഥാനം എന്നർത്ഥം. കൃഷ്ണനാണ് ആത്യന്തികമായിരിക്കുന്ന പ്രാപ്യസ്ഥാനം. നമ്മൾ അവസാനം എത്തിച്ചേരേണ്ടത് കൃഷ്ണനിലാണ്. മനുഷ്യൻ അത് അറിയുന്നേ ഇല്ല. മനുഷ്യൻ അങ്ങനെ 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 ജീവിച്ചു പോവാണ്, അറിയുന്നേ ഇല്ല. നമ്മൾ എത്തിച്ചേരേണ്ടതും വന്നിരിക്കുന്നതും കൃഷ്ണനിൽ നിന്നാണെന്ന് മനുഷ്യൻ അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല. കൃഷ്ണനെ കുറിച്ച് അറിയാത്തവർ വഴി പിഴയ്ക്കുന്നു എന്നാണ് ഗീതയിൽ പറയുന്നത്. കൃഷ്ണനെ കുറിച്ച് അറിയുന്നവർക്ക് മാത്രമായിരിക്കും കൃഷ്ണാവബോധത്തിലൂടെ ഭഗവാനിലേക്ക് അടുക്കാൻ സാധിക്കുന്നത്. അല്ലാത്തവർ വഴിപിഴച്ചു പോകുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഉത്കർഷത്തിലേക്കുള്ളതെന്ന് കരുതിയിരിക്കുന്ന മുന്നേറ്റം ഭാഗികമായോ മായികമായോ ആയി പരിണമിക്കുന്നു. അതായത് പാതി വഴിയിൽ നമ്മുടെ ജീവിതം വേറെ റൂട്ടിലേക്ക് പോയി പോകുന്നു കൃഷ്ണനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ. ദേവന്മാരെ പ്രാപ്യസ്ഥാനങ്ങളാക്കുന്നവരും ഒട്ടേറെയുണ്ട് അല്ലെ. എല്ലാ ദേവന്മാരെയും കൃഷ്ണനേക്കാൾ മുകളിൽ വെച്ച് ആരാധിക്കുന്ന ആളുകളുമുണ്ട്. അതാത് ദേവന്മാർക്ക് അനുയോജ്യമായിരിക്കുന്ന പൂജാവിധികൾ സനിഷ്കർമ്മം അനുഷ്ഠിച്ച് ആ ഭക്തന്മാർ ചന്ദ്രലോകം, സൂര്യലോകം, ഇന്ദ്രലോകം, മഹർലോകം അങ്ങനെയുള്ള വേറെ ലോകങ്ങളിലേക്ക് എത്തിച്ചേരും. കൃഷ്ണനെ ആരാധിക്കാതെ മറ്റ് ദേവന്മാരാണ് ഏറ്റവും ടോപ്പസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, ശ്രദ്ധിച്ചു കേൾക്കുക, കൃഷ്ണനല്ല ടോപ്പസ്റ്റ്, കൃഷ്ണന്റെ അടുത്ത് പോയിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല, ദുഃഖം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ദേവന്മാരെയാണ് ആരാധിക്കുന്നത് എങ്കിൽ അവരെവിടെയാ എത്തിച്ചേരുന്നത്? ചന്ദ്രലോകം, സൂര്യലോകം, ഇന്ദ്രലോകം, മഹർലോകം. ഈ ലോകങ്ങളിൽ എത്തിയാൽ എന്താ സംഭവിക്കുക? നമ്മൾ ചെയ്തിരിക്കുന്ന പുണ്യങ്ങളെല്ലാം അവിടെ അനുഭവിച്ചിട്ട് ആ പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നിട്ട് വീണ്ടും കഷ്ടപ്പെടും. അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കെ നമ്മൾ ആരെ അറിയും? കൃഷ്ണനെ അറിയും. പിന്നീട് നമ്മൾ കൃഷ്ണാരാധന തുടങ്ങും. ആ കൃഷ്ണാരാധനയിലൂടെ നമ്മൾ ഭഗവാനിലേക്ക് എത്തും. അപ്പൊ അതിനു മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ കൃഷ്ണനെ അറിയാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? ആദ്യമേ കൃഷ്ണനെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ദേവീ ദേവന്മാരെല്ലാം തന്നെ കൃഷ്ണന്റെ ശക്തികളാണെന്നുള്ള ഒരു ആത്മീയ അവബോധം നമ്മൾക്കുള്ളിൽ വന്നാൽ നമ്മൾ ഈ പറയുന്ന ചന്ദ്രലോകം, സൂര്യലോകം, മഹർലോകം, തപർലോകത്തിലേക്ക് ഒന്നും പോണ്ട, നമ്മൾ നേരെ ഭഗവാന്റെ ലോകത്തിലേക്ക് പോകും. പിന്നെ ഒരിക്കലും നമ്മൾ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യം വരുന്നില്ല. ആ ലോകങ്ങളെല്ലാം തന്നെ കൃഷ്ണൻ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഒരേ സമയത്ത് തന്നെ കൃഷ്ണാംശങ്ങളായും കൃഷ്ണനിൽ നിന്ന് പുറത്തു വന്നിട്ടും ജീവിക്കുന്നവരുണ്ട്. കൃഷ്ണൻ തന്നെയാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. കൃഷ്ണശക്തിയുടെ പ്രത്യക്ഷമായിരിക്കുന്ന ആ ഭാവവും കൃഷ്ണൻ തന്നെയാണ്. എങ്കിലും കൃഷ്ണ സാക്ഷാത്കാരത്തിലേക്ക്, അതായത് ഭഗവാന്റെ ആ ഒരു സാക്ഷാത്കാരത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാൽവെപ്പ് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനിയും നമുക്ക് ഏറെ ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു കൃഷ്ണാവബോധത്തിലേക്ക് വരാൻ. ഒത്തിരി ദൂരത്തിലേക്ക് നമ്മൾ പോകണം. കൃഷ്ണന്റെ വ്യത്യസ്ത ശക്തി കേന്ദ്രങ്ങളോട് അടുക്കും തോറും, ഭഗവാനോട് നമ്മളിങ്ങനെ അടുക്കും തോറും കൃഷ്ണന്റെ സാമീപ്യം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോ ഊട്ടിയിൽ പോകുമ്പോൾ ഏറ്റവും താഴെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് തണുപ്പ് അനുഭവപ്പെടില്ല. ഊട്ടിയിലോട്ട് കയറും തോറും നമുക്ക് തണുപ്പ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും അല്ലെ. അതേപോലെ ആ കാൽവെപ്പാണ് നമ്മളിപ്പോ നടത്തിയിരിക്കുന്നത്. ഇനിയും അടുക്കും തോറും കൃഷ്ണന്റെ ആ സാമീപ്യം നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരാള് നേരിട്ട് കൃഷ്ണനെ സമീപിക്കുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? നേരിട്ട് കൃഷ്ണനിലേക്ക് എത്തുക. അത്രയും സമയവും ശക്തിയും നഷ്ടപ്പെടാതെ നമുക്ക് ഭഗവാനോട് അടുക്കാൻ സാധിക്കും. ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് എലിവേറ്റർ, അതായത് ലിഫ്റ്റ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് കയറാൻ നമുക്ക് സാധിക്കും അല്ലെ. പക്ഷേ ഏണിപ്പടികൾ ഓരോന്നായിട്ട് ചവിട്ടി കയറണം. അതിന് നമുക്ക് കുറച്ച് സമയമെടുക്കും. സർവവും കൃഷ്ണസ്ഥിതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ ലഭിക്കുക?
സർവവും കൃഷ്ണനിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ ലഭിക്കുന്നത്? ഒരു സെക്കൻഡ്. അപ്പൊ സർവവും കൃഷ്ണനിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഭഗവാനോട് അടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതല്ല എങ്കിൽ നമുക്ക് എന്താ ഉണ്ടാവുന്നത്? കൃഷ്ണനോട് അടുക്കാൻ നമുക്കൊരു പ്രയാസം നേരിട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ അടുക്കാൻ പ്രയാസം നേരിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് എന്ത് സംഭവിക്കില്ല? കൃഷ്ണനോടുള്ള ആ ഒരു മനോഭാവത്തിൽ നമുക്ക് കൂടുതൽ നമുക്ക് അടുക്കാൻ പറ്റാതെ വരും. മനസ്സിലായില്ലേ? അപ്പോൾ എത്രയും പെട്ടെന്ന് കൃഷ്ണനോട് അടുക്കാം എന്നുള്ള ആ മനോഭാവത്തിൽ നമ്മൾ കൃഷ്ണനോട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക. കാരണം എന്താണ്? കൃഷ്ണശക്തിയിലാണ് സർവവും സ്ഥിതി ചെയ്യുന്നത് എന്ന മനോഭാവം നമുക്ക് വേണം. കൃഷ്ണന്റെ ആ ഒരു ശക്തിയിലാണ് എല്ലാം സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമുക്കൊരിക്കലും മറ്റ് ശക്തിയിൽ ഒന്നും സ്ഥിതി ചെയ്യുന്നില്ല. കാരണം ഇതെല്ലാം തന്നെ ഭഗവാന്റെ ഉള്ളിലിരിക്കുന്ന അന്തർശക്തികളാണ് നമ്മൾ ഈ ചുറ്റും കാണുന്നത്. കൃഷ്ണനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ മാത്രമേ എല്ലാം നിലനിൽപ്പുള്ളൂ. അല്ലാണ്ട് കൃഷ്ണനെ ആശ്രയിക്കാതെ നമുക്ക് ഒന്നിലും നിലനിൽപ്പില്ല. ഓക്കെ, അതാദ്യം ചിന്തിക്കുക. സർവഭൂത ഹൃദസ്ഥനായിരിക്കുന്ന കൃഷ്ണൻ സർവസാക്ഷിയാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഗതിർബർദ പ്രഭുസാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിദാനം ബീജം അവ്യയം എന്ന് പറയും. എല്ലാത്തിന്റെയും അടിസ്ഥാനമായിരിക്കുന്നത് കൃഷ്ണൻ തന്നെയാണ്. എല്ലാത്തിനും സർവസാക്ഷിയായിരിക്കുന്നതും കൃഷ്ണൻ തന്നെയാണ്. ഏതൊന്നിന്റെയും ഉടമയായിരിക്കുന്ന കൃഷ്ണൻ പരമാധികാരിയാണ്. എല്ലാത്തിനും അധികാരിയായിരിക്കുന്നത് കൃഷ്ണൻ തന്നെയാണ്. എല്ലാം കൃഷ്ണന്റെ ശക്തിയിലാണ് നിലകൊള്ളുന്നത്. സർവം കൃഷ്ണൻ തന്നെയാണ്. അതല്ലേ നമ്മൾ പഠിക്കുന്നത്? ഗതിർബർബ പ്രഭുസാക്ഷി നിവാസ ശരണം സുഹൃത് എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രഭവ പ്രളയ സ്ഥാനം നിദാനം ബീജം അവ്യയം. എല്ലാത്തിനും എല്ലാം നിലകൊള്ളുന്നത് ഭഗവാനിൽ തന്നെയാണ്. നാം ജീവിച്ചു പോരുന്ന പാർപ്പിടങ്ങൾ, അതായത് നമ്മൾ ജീവിക്കുന്ന ഈ വീട്, അതുപോലെ രാജ്യങ്ങള്, ഗ്രഹങ്ങള് എല്ലാം കൃഷ്ണനാണ്. ഒന്നും നമ്മുടേത് എന്ന് നമുക്ക് ചിന്തിക്കാനില്ല. എല്ലാം ഭഗവാന്റേതാണ്, ഭഗവാന്റേത് മാത്രമാണ്. ആത്യന്തികമായിരിക്കുന്ന ഒരു അഭയസ്ഥാനമാണ് കൃഷ്ണൻ. നമ്മൾ എവിടെ പെട്ടുപോയാലും ആ ഒരു നാമത്തിന് നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കാനും രക്ഷിക്കാനും സാധിക്കും. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും അഭയസ്ഥാനമാണ് കൃഷ്ണൻ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ആത്യന്തികമായിരിക്കുന്ന അഭയസ്ഥാനമാണ്. സർവരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും മോചനത്തിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യണം? കൃഷ്ണനെ തന്നെ അഭയം പ്രാപിക്കണം. അതുകൊണ്ടാണ് ഞാൻ മുമ്പേയുള്ള ക്ലാസ്സിൽ പറഞ്ഞത്, കുറച്ച് മുമ്പേ പറഞ്ഞത്, ഹസ്ബൻഡിനെ കണ്ണ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കൃഷ്ണന്റെ നാമമാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അപ്പൊ എന്തായി? വയലൻസ് ഒഴിവായി കിട്ടും. നമ്മൾ നിങ്ങൾ എന്ന് പറഞ്ഞ് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിച്ചാലേ ആ പ്രശ്നം വയലൻസിലേക്ക് പോകും. കണ്ണ എന്ന് വിളിച്ചാൽ രണ്ടുണ്ട് ബെനിഫിറ്റ്. എന്താണെന്നറിയോ? ഒന്ന്, ഹസ്ബൻഡ് വന്നിട്ട് താഴേക്ക് വരും, ലോ ആയിട്ട് വരും, കുറച്ച് സെന്റിമെന്റൽ ആവും. കാരണം എന്താ? ഒരു ചെറിയ ചെല്ലപ്പേര് വെച്ചിട്ടാണല്ലോ നമ്മൾ വിളിക്കുന്നത്, ഒരു ഓമന പേര് വെച്ചിട്ട്. അതും ഒന്ന്. രണ്ട് വന്നിട്ട് കൃഷ്ണന്റെ നാമമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കൃഷ്ണന്റെ നാമം യൂസ് ചെയ്ത് നമ്മൾ കണ്ണ എന്ന് വിളിച്ചാൽ ആരും ഫ്ലാറ്റ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായി? കൃഷ്ണനാമം ഉച്ചരിക്കാനും പറ്റി, ഹസ്ബൻഡ്സിനെ നമുക്ക് ഫ്ലാറ്റ് ആക്കാനും പറ്റി. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക? ഹസ്ബൻഡ്സിനെ കണ്ണ എന്ന് വിളിക്കുക. അതിലവര് വീഴും. അതൊക്കെ ഒരു സീക്രട്ട് ആണ്. ഓക്കെ, അപ്പോ കൃഷ്ണനെ നമ്മൾ എപ്പോഴും എന്താണ്? ആശ്രയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സർവോത്കൃഷ്ടനായിരിക്കുന്ന ജീവസത്തയാണ് കൃഷ്ണൻ. എല്ലാത്തിനും അടിസ്ഥാനപരമായിരിക്കുന്ന കൃഷ്ണൻ എന്ന് പറയുന്നത് സർവോത്കൃഷ്ടമായിരിക്കുന്ന ജീവസത്തയാണ്. അദ്ദേഹം നമ്മുടെ തലമുറയ്ക്ക്, അടുത്ത തലമുറയ്ക്ക് ഉദ്ഭവസ്ഥാനവും പരമപിതാവുമായിരിക്കെ അതിലുപരി മറ്റാരുണ്ട് നമുക്ക് സുഹൃത്തായിട്ട്? എല്ലാത്തിനും ആധികാരികമായിട്ടിരിക്കുന്നത് ഭഗവാനാണ്. അപ്പൊ അതിനേക്കാൾ വലിയൊരു ഫ്രണ്ട് നമുക്ക് ആരാ ഉള്ളത്? അദ്ദേഹത്തെക്കാൾ മികച്ച ഒരു ഗുണകാംക്ഷിയില്ല. നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്ന ശ്രീകണ്ഠൻ പ്രഭു ചിരിക്കുന്നു. ഞാൻ മാതാജിയോട് പറയാം, ഇനി മാതാജിയുടെ ഹസ്ബൻഡിനെ കണ്ണാന്ന് വിളിച്ചാൽ മതി. കാരണം ഞാൻ അങ്ങനെയാ വിളിക്കാറ്. അപ്പൊ പിന്നെ വയലൻസ് ഒഴിവായി കിട്ടും. എത്ര വയലൻസിൽ വന്നാലും കണ്ണാ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ സൈലന്റ് ആയിക്കോളും. അപ്പൊ ആ ഒരു വെപ്പൺ എല്ലാവരും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അദ്ദേഹത്തെക്കാൾ മികച്ച ഒരു ഗുണകാംക്ഷി ഇല്ല, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന മറ്റൊരാളില്ല എന്നുള്ള കാര്യം ആലോചിക്കുക. സൃഷ്ടിയുടെ ആദിമോത്പത്തി സ്ഥാനവും പ്രളയത്തിന് ശേഷമുള്ള
ആത്യന്തിക വിശ്രമവും കൃഷ്ണനിൽ തന്നെയാണ്. സൃഷ്ടിയും കൃഷ്ണൻ തന്നെ, പ്രളയത്തിന് ശേഷം എല്ലാം അതിൽ പോയി ലയിക്കുന്നതും കൃഷ്ണനിൽ തന്നെയാണ്. അതിനാൽ സർവ്വ കാരണങ്ങൾക്കും ശാശ്വതമായിരിക്കുന്ന കാരണം ആരാണ്? കൃഷ്ണൻ തന്നെയാണ്. എല്ലാത്തിനും മോളെ അടിപൊളി. ഹസ്ബൻഡ്സിനെ വീഴ്ത്താനുള്ള ഏറ്റവും നല്ല നമ്പർ 1 വെപ്പണാണ് അവരെ നമ്മൾ കണ്ണാന്ന് വിളിക്കുന്നത്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കൂ, ഈസിയാണ്. എല്ലാരും വീഴും, എല്ലാ ഹസ്ബൻഡ്സും വീഴും. ഓക്കെ, അത്രേ ഉള്ളൂ അവന്മാര്. അപ്പൊ അവര് വീഴും, ഉറപ്പാ. ഓക്കെ, ഇനി ലൈവിൽ ഇരിക്കുന്ന എല്ലാ ജെൻസും കൂടെ എന്റെ നെഞ്ചത്ത് പൊങ്കാലയിടാൻ വരരുത്. ഇനി നമുക്ക് 19ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. 19ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തപാമ്യമഹം വർഷം നിഷ്കൃണാമൃതസ്ഥാജീ ച അമൃതം ശൈവ മൃദുശ്ച സദസ്സർഹാമർജുന. എന്തോ ഭഗവാൻ പറയുന്നുണ്ട്, നമുക്ക് അറിഞ്ഞൂടാ. അർജുന എന്നുള്ളത് മാത്രം മനസ്സിലായല്ലേ? എന്താ ഭഗവാൻ പറയുന്ന അറിയോ? അല്ലയോ അർജുന, ഞാൻ ഊർജം പ്രദാനം ചെയ്യുന്നു. ഭഗവാൻ നമുക്ക് പവർ തരുന്നുണ്ട്. മഴ പെയ്യിക്കുന്നതും നിർത്തുന്നതും ഞാൻ തന്നെയാണ്. ഞാനാണ് അമൃതവും മൃത്യുവും. അമൃതവും ഭഗവാൻ തന്നെ, മൃത്യും ഭഗവാൻ തന്നെ. ആത്മാവും ജഡവസ്തുവും എന്നിൽ തന്നെയാണ്. ആത്മാവും ഭഗവാനിൽ തന്നെയാണ്, ജഡവസ്തുവും ഭഗവാനിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് തപാമ്യ ഹമവഹം വർഷം നിഗ്രഹണാമിസ്തു സൃജാമി ച എന്ന് പറയുന്നുണ്ട്. അമൃതം ശൈവ മൃത്യുശ്ച സദസ്സച്ചാഹം അർജുന. അമൃതും ഭഗവാൻ തന്നെ, അതുപോലെ എന്താണ്? മൃത്യുവും ഭഗവാൻ തന്നെ. കൃഷ്ണൻ തന്റെ വിവിധ ശക്തികളാൽ, ഭഗവാന്റെ ഒരുപാട് ശക്തികളാൽ, വൈദ്യുതി കൊണ്ടും സൂര്യനാലും ചൂടും വെളിച്ചവും ഒക്കെ തരുന്നുണ്ട് അല്ലേ? വൈദ്യുതി ആയാലും ശരി, ചൂടായാലും ശരി, വെളിച്ചായാലും ശരി, സൂര്യനായാലും ശരി, തണുപ്പായാലും ശരി, എല്ലാം എന്താണ്? ഭഗവാൻ നമുക്ക് നൽകുന്നതാണ്. ഭഗവാൻ നൽകാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. സമസ്തവും നമുക്ക് ഭഗവാൻ തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വേനൽക്കാലത്ത് മഴ പൊഴിയാതെ തടയുന്നതും, നല്ല മഴക്കാലം വരുമ്പോ മഴ നമുക്ക് തരുന്നതും ആരാണ്? കൃഷ്ണൻ തന്നെയാണ്. വേനൽക്കാലത്ത് ചൂട് തരുന്നതും കൃഷ്ണൻ തന്നെ, മഴക്കാലത്ത് മഴ തരുന്നതും കൃഷ്ണൻ തന്നെ. നമ്മുടെ ജീവിതകാലത്തിന് ദൈർഘ്യം കൂട്ടിയിട്ട്, അതായത് ആയുസ് കൂട്ടിയിട്ട് നമ്മളെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നതും ആരാണ്? കൃഷ്ണൻ തന്നെയാണ്. അതേ രൂപത്തില് ആ സമയത്ത് മൃത്യുവിന്റെ രൂപത്തിൽ വരുന്നതും ആരാണ്? കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണന്റെ വ്യത്യസ്തമായിരിക്കുന്ന ഈ ശക്തികളെ മായയിൽ വീഴരുത്. ആണുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രീകണ്ഠൻ പ്രഭു, ഞങ്ങള് പെണ്ണുങ്ങളെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി, ഞങ്ങൾക്ക് വേറെ വഴിയില്ല. കൃഷ്ണന്റെ വ്യത്യസ്തമായിരിക്കുന്ന ഈ ശക്തികളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പദാർത്ഥം, ആത്മാവ്, ചൈതന്യ വസ്തു എന്നിങ്ങനെയുള്ള ദ്വന്ദ്ഭാവം കൃഷ്ണനിലാണെന്ന് സ്പഷ്ടമാകും. മാതാജിമാരെ, ശ്രീകണ്ഠൻ പ്രഭുവിനെ ഒന്ന് പിടിച്ച് ലോക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോ ഇതിന്റെ എല്ലാം ദ്വന്ദ്ഭാവം എന്താണ്? ഭഗവാൻ തന്നെയാണ്. പക്ഷെ ശ്രീകണ്ഠൻ പ്രഭു ഒരു മിലിറ്ററി ഓഫീസറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ AK-47 ഉണ്ട്, അതും കൂടി ഒന്ന് സൂക്ഷിച്ചോളൂ. ഓക്കെ, അപ്പം വാസ്തവത്തില് അവ രണ്ടും അദ്ദേഹം തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് സമസ്തവും. ഭഗവാനെ നമ്മള് എല്ലാം ഭഗവാനിലാണ്, നെഗറ്റീവ്സും പോസിറ്റീവും എല്ലാം ഭഗവാനിലാണ് എന്ന് മനസ്സിലാക്കുക. കൃഷ്ണാവബോധത്തിന്റെ ഉച്ചകോടിയിൽ ഏവർക്കും എന്താണ്? ഈ ഒരു ഭാവം ഇല്ലാതാവുകയും ചെയ്യും. ഭക്തൻ എവിടെയും കൃഷ്ണനെ മാത്രം കാണുന്നു. ആരെ നോക്കിക്കഴിഞ്ഞാലും അത് കൃഷ്ണനാണെന്നുള്ള ഒരു മനോഭാവം നമ്മളുടെ ഉള്ളിലേക്ക് വരും. ആത്മാവും പദാർത്ഥവും കൃഷ്ണനാകയാൽ സർവപ്രത്യക്ഷ ഭൗതിക പ്രപഞ്ചങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭീമാകാരമായിരിക്കുന്ന ആ വിശ്വരൂപം, അതായത് ഭഗവാന്റെ ആ ഒരു വിശ്വരൂപത്തില് എല്ലാം ഉണ്ട് അല്ലേ? സമസ്തമായിരിക്കുന്ന ദേവീദേവന്മാരും 33 ദേവീദേവന്മാരും എല്ലാവരും ആ വിശ്വരൂപത്തിലുണ്ട്. അപ്പം അതെല്ലാം തന്നെ ആരാണ്? കൃഷ്ണനാണ്. ദ്വിജഭുജനായിരിക്കുന്ന ശ്യാമസുന്ദരനായിട്ട് ഓടക്കുഴൽ ഊതിക്കൊണ്ട് വൃന്ദാവനത്തിൽ നടത്തിയ ലീലകളെല്ലാം ഭഗവാൻ തന്നെ നടത്തിയിരിക്കുന്നതാണ്. ചിന്തിച്ചു നോക്കണം, ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. വിശ്വരൂപമായിട്ട് വന്നതും നരസിംഹസ്വാമിയായിട്ട് വന്നതും എന്ന് വേണ്ട എല്ലാ ഭാവത്തിൽ വന്നതും ആരാണ്? കൃഷ്ണൻ തന്നെയാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ശ്ലോകം. ഓക്കെ, 20ാമത്തെ ശ്ലോകത്തിൽ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. 20ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞത്, 20ാമത്തെ ശ്ലോകം എന്താണ്? 9ാം അധ്യായത്തില് ത്രൈവിദ്യ മാം സോമബാ പുതാഭാബ യജ്ഞരിഷ്ട സർഗതിം പ്രയന്തേ തേ പുണ്യമാസദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവാൻ ദിവി ദേവഭോഗാൻ എന്നാണ് പറയുന്നത്. 20ാമത്തെ ശ്ലോകത്തിൽ എന്തോ ഭഗവാൻ പറഞ്ഞു, നമുക്കൊന്നും മനസ്സിലായില്ല. അതായത് സ്വർഗീയ സുഖങ്ങൾ ആഗ്രഹിച്ചിട്ട് വേദപഠനം നടത്തുന്നവരും സോമപാനം ചെയ്യുന്നവർ, അതായത് ഡ്രിങ്ക്സ് കഴിക്കുന്നവര്, സോമപാനം ചെയ്യുന്നവരും മറ്റൊരു വിധത്തിൽ ഭജിക്കുന്നത് എന്നെ തന്നെയാണ്. അതാണ് ഭഗവാൻ പറയുന്നത്. ത്രൈവിദ്യ മാം സോമപാ പൂതപാഭ യജ്ഞരിഷ്ടാ സർഗതിം പ്രായർന്തേ
തേ പുണ്യമാസാദ സുരേന്ദ്രലോകം അശ്നന്തി ദിവാൻ ദിവി ദേവഭോഗാൻ എന്ന് പറയുന്നുണ്ട്. അതായത് സ്വർഗീയ സുഖങ്ങളെല്ലാം ആഗ്രഹിച്ചിട്ട് സോമപാനം നടത്തുന്നവര്, അതുപോലെ വേദ പഠനം നടത്തുന്നവര് എല്ലാം ഭജിക്കുന്നത് ആരെയാണ്? ഭഗവാനെയാണ്. പാപഫലങ്ങളിൽ നിന്ന് മുക്തരായിട്ട് പുണ്യലോകമായിരിക്കുന്ന ഇന്ദ്രന്റെ സ്വർഗത്തിൽ ജനിച്ച് അവർ ദിവ്യ സുഖങ്ങൾ അനുഭവിക്കുന്നു. ഇതെല്ലാം തന്നെ ഭഗവാന്റെ ദിവ്യ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ ദേവന്മാരുടെ ദിവ്യ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ആ ലോകങ്ങളിലേക്ക് പോവും. അവിടെ കുറെ കാലം ജീവിക്കും, നല്ല രീതിയിൽ അടിച്ചു പൊളിക്കും, എന്നിട്ട് പുണ്യം കഴിയുമ്പോൾ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരും. ഈ ഭൗതിക ലോകത്തില് മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ വന്നിട്ട് നമ്മൾ കുറേ കഷ്ടങ്ങൾ അനുഭവിക്കും. അത് നമുക്ക് പല രീതിയിലുള്ള കഷ്ടങ്ങളായി മാറും. അപ്പൊ ഇതൊന്നും വേണ്ട, നമുക്ക് എന്ത് ചെയ്യണം? ഭഗവാനിലേക്ക് ലയിക്കുകയാണ് വേണ്ടത്. അതിന് കൃഷ്ണനെ മാത്രം വർഷിപ്പ് ചെയ്യുക, ബാക്കിയെല്ലാം ഭഗവാന്റെ ശക്തികളാണ് എന്ന മനോഭാവം നമ്മൾക്കുള്ളിൽ വെക്കുക. ത്രൈവിദ്യ എന്ന വാക്ക് 3 വേദങ്ങൾ, ത്രൈവിദ്യ എന്ന് പറഞ്ഞാൽ 3 വേദങ്ങൾ, അതായത് സാമവേദം, യജുർവേദം, ഋഗ്വേദം, ഇതിനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ത്രൈവിദ്യ എന്ന് പറഞ്ഞാൽ 3 വേദങ്ങളാണ്. ഈ 3 വേദങ്ങളും പഠിച്ചിട്ട് ബ്രാഹ്മണനെ, ഈ 3 വേദങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ബ്രാഹ്മണനെ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ബ്രഹ്മാദി എന്ന് പറയാം, ത്രിവേദി എന്ന് പറയാൻ പറ്റും. 3 ഭാവങ്ങൾ, ഈ 3 വേദങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ത്രിവേദി എന്ന് പറയും. ഈ വേദങ്ങളിൽ നിന്ന് കിട്ടിയ ജ്ഞാനത്തില്, ഈ 3 വേദങ്ങളിൽ നിന്നും കിട്ടുന്ന ജ്ഞാനത്തില് അത്യന്തം താല്പര്യമുള്ള ഒരാള് സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നു. ഈ 3 വേദങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരു അറിവ് കിട്ടിയ ഒരു വ്യക്തി സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നുണ്ട്. നിർഭാഗ്യവശാൽ വേദ പഠനത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്തെന്നറിയാത്ത ധാരാളം മഹാപണ്ഡിതന്മാരുണ്ട്, അല്ലെ? വേദങ്ങൾ എന്താണെന്നറിയാത്ത ഒത്തിരി പണ്ഡിതന്മാര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണൻ എന്ത് ചെയ്തത്? ത്രിവേദികളുടെ അന്തിമമായിരിക്കുന്ന ലക്ഷ്യം, അവസാന ലക്ഷ്യം താനാണ് എന്നിവിടെ പ്രഖ്യാപിക്കുന്നത്. 3 വേദങ്ങളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാനാണ്. യഥാർത്ഥ ത്രിവേദികൾ എന്താണ്? തീർച്ചയായിട്ടും രമണൻ പ്രഭു കല്യാണം ഭംഗിയായിട്ട് നടക്കും. ഓക്കെ, യഥാർത്ഥത്തില് ഈ ത്രിവേദികള് കൃഷ്ണന്റെ ചരണകമലങ്ങളെ ആശ്രയിച്ചുകൊണ്ട്, ഭഗവാന്റെ തൃപാദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഭഗവത് പ്രീതിക്കായിട്ട് ശുദ്ധി ഭക്തി സേവനത്തിൽ ഏർപ്പെടും. 3 വേദങ്ങൾ പഠിച്ചിട്ട് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തിനായിട്ട് ശുദ്ധി ശക്തി സേവനത്തിൽ നമ്മൾ ഏർപ്പെടും. ഈ ഭക്തിയുത സേവന പ്രക്രിയ ഹരേ കൃഷ്ണ എന്ന് പറയുന്ന മന്ത്രത്തോടൊപ്പം തന്നെ കൃഷ്ണന്റെ സത്യമറിയാനുള്ള യജ്ഞത്തോടുകൂടി ആരംഭിക്കുന്നു. കൃഷ്ണൻ എന്താണെന്ന് അറിയാനുള്ള ഏറ്റവും ബേസ്മെന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ചാൻഡിങ്, ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. ഔദ്യോഗികമായിട്ട് മാത്രം വേദം പഠിച്ചവര് നിർഭാഗ്യവശാൽ ഇന്ദ്രനും ചന്ദ്രനും പോലെയുള്ള ആ ഒരു വിവിധ ദേവതകൾക്കായിട്ട് യജ്ഞാഹുതി ചെയ്തു കഴിഞ്ഞ് അങ്ങനെയാണ് അവർ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. മറ്റു ദേവതകൾക്ക് യജ്ഞങ്ങൾ ചെയ്ത് ജീവിക്കാനാണ് ആഗ്രഹം കാണിക്കുന്നത്. കൃഷ്ണനെ എങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് ജീവിക്കണം എന്ന ആഗ്രഹം അവർ കാണിക്കുന്നില്ല. ഇപ്രകാരമുള്ള യജ്ഞാദികളാൽ പ്രകൃതിയുടെ അധമ ഗുണത്തിലുണ്ടാകുന്ന മാലിന്യങ്ങളിൽ നിന്ന് മോചനം നേടിയിട്ട് പരിശുദ്ധമായിരിക്കുന്ന ദേവാരാധകർ മഹർലോകം, ജനലോകം, തപർലോകം അങ്ങനെയുള്ള ഉയർന്ന ഗ്രഹങ്ങളിലേക്ക് ആ ഭക്തർ എത്തിപ്പെടുകയാണ്. അത്തരം ഉന്നത ഗ്രഹവ്യൂഹങ്ങളിൽ എത്തിച്ചേർന്നവർക്ക് ഭൂമിയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അനേകായിരം മടങ്ങ് വൈശിഷ്ട്യമുള്ള ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ വേദങ്ങൾ മാത്രം പഠിച്ച് മറ്റ് ദേവതാ ആരാധനകൾ ചെയ്തിട്ട് ഇന്ദ്രലോകം, തപർലോകം അങ്ങനെയുള്ള ഇന്ദ്രലോകം, മഹർലോകം പോലെയുള്ള ലോകത്ത് പോയിട്ട് അവിടെ കൃഷ്ണനുമായിട്ടല്ല അവർ ബന്ധപ്പെടുന്നത്, മറ്റു ദേവീ ദേവന്മാരായിട്ട് ബന്ധപ്പെട്ട് ആ ലോകത്ത് അവർ ജീവിച്ച് അവിടുത്തെ പുണ്യം തീരുമ്പോൾ അവർ നേരെ ഭൂമിയിലേക്ക് വരും. അപ്പൊ ഇതെല്ലാം നമുക്ക് വേണ്ടത് പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന ഭഗവാന്റെ അടുത്തേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനുമായിട്ടാണ് നമ്മൾ കൂടുതൽ അടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ 20ാമത്തെ ശ്ലോകം കഴിഞ്ഞു. നമുക്കിനി ഇതില് ബാക്കി നമുക്ക് രാവിലെ എടുക്കാം. രാവിലെ നാളെ ക്ലാസ് ഉണ്ട് 8:30ക്ക്. കുറേ ക്ലാസ് ഞാൻ സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നത്. നമുക്ക് ഈ ഒരു അധ്യായം കഴിയാൻ ഇനി 34 ശ്ലോകങ്ങളാണ് ടോട്ടൽ. അപ്പം നമുക്കിനി വളരെ കുറച്ച് ശ്ലോകങ്ങൾ കഴിഞ്ഞാൽ ഈ അധ്യായം കഴിയും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് 20 ശ്ലോകാസ് കഴിഞ്ഞു. ഇനി 21ാമത്തെ ശ്ലോകം നാളെ എടുക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മഞ്ജരീസിന്റെ നമ്പറിലേക്ക് ഇട്ട് വെക്കുക. 9342494941 എന്ന നമ്പറിലേക്ക് ഇട്ട് വെക്കുക. നിങ്ങൾക്ക് ഞാൻ ആ ഡൗട്ട് തീർത്ത് തരാം. ഓക്കെ, അപ്പൊ ആരും മറക്കണ്ട, ഹസ്ബൻഡിന് എന്ത് വിളിക്കണം? കണ്ണ എന്ന് വിളിക്കണം.
എന്ന് വിളിച്ചിട്ട് ഭഗവാന്റെ നാമം ജപിക്കുക, നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരിക. ഓക്കെ, ജപമാല വേണോ? മാതാജി മഞ്ജരീസിലേക്ക് ഇട്ട് വെക്കൂ, മഞ്ജരീസിന്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് വെക്കൂ, ഞാൻ ഓൺലൈൻ സ്റ്റോറിൽ കൊടുക്കാം. ഓക്കെ, ഓൺലൈൻ സ്റ്റോറിൽ കൊടുക്കാം. നല്ല ഹാപ്പി ആയിട്ട് ജപിക്കുക, ഭഗവാനുമായിട്ട് കൂടുതൽ ബന്ധം കണക്ഷൻ വെക്കുക. അപ്പോൾ ഓക്കെ, രാവിലെ കാണാം 8:30. നാളെ നമുക്ക് അന്നദാനം ഉണ്ട്. നാളെ സാറ്റർഡേ അമാവാസി ഉണ്ട്. അപ്പം നാളെ നമ്മുടെ കൃഷ്ണാഷ്ടമിയുടെ അന്നദാനം ഉണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, വിനോദേട്ടാ, പിന്നെ നമ്മുടെ എന്തോ ഒന്ന് പറയാൻ വന്നു, മറന്നുപോയി. എന്തായിരുന്നു ഞാൻ പറയാൻ വന്നത്? പറയൂ, ഇത്രയും നേരം സമയം പോയതറിഞ്ഞില്ല. ആഹാ, ഹരേ കൃഷ്ണ. സത്യമല്ലേ, നമ്മളെപ്പോൾ ക്ലാസ് തുടങ്ങിയത്? 8:45. നമ്മുടെ വടകുറുമ്പ ദേവി ക്ഷേത്രത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നാളെ മുതൽ ഞാൻ കുറച്ച് തിരക്കിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എന്താ സംഭവം എന്നറിയോ, നിങ്ങളെടുത്ത മെസ്സേജ് നോക്കാൻ ലേറ്റ് ആയിപ്പോവും. പിന്നെ 30-ാം തീയതിയൊക്കെ ഞാൻ പിന്നെ ഗുരുവായൂരിൽ യാത്രയിലൊക്കെ വന്നു കഴിഞ്ഞാൽ മെസ്സേജ് നോക്കാൻ ലേറ്റ് ആയാലും നിങ്ങൾ അവിടത്തേക്ക് കോൺട്രിബ്യൂഷൻ തന്നാൽ ചിലപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആരെങ്കിലും അവിടത്തേക്ക് കോൺട്രിബ്യൂഷൻസ് തരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊന്ന് അറിയിക്കുക. കാരണം ഇനിയിപ്പോൾ നാളെ അന്നദാനം, മറ്റന്നാളൊന്ന് യാത്ര പോകണം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവം വെച്ചാൽ എനിക്ക് വിട്ടുപോകും. അതുകൊണ്ടാണ്. അപ്പോൾ പെട്ടെന്ന് അതുണ്ടെങ്കിൽ ഒന്ന് മഞ്ജരീസിലിട്ട് വെക്കൂ കേട്ടോ. റാഫിക്ക സുഖമായിരിക്കുന്നു, കുറേ നാളായി അങ്ങയെ കണ്ടിട്ട്. ഞാൻ ഗുരുവായൂർ വരുന്നു, നമുക്ക് മീറ്റ് ചെയ്യാം. രമണൻ പ്രഭു, മാക്സിമം ഞാൻ കല്യാണത്തിന് എത്താൻ ശ്രമിക്കാം. ഇല്ലെങ്കിലും ഒരിക്കൽ അങ്ങയുടെ വീട് ഞാൻ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റെന്താ വിശേഷങ്ങൾ? രാമചന്ദ്രൻ പ്രഭു പറയുന്നു ഈ മാസം കൃഷ്ണഗാഥയാണ് ഇമ്പോർട്ടൻറ്റ്. തീർച്ചയായിട്ടും ഈ മാസം കൃഷ്ണഗാഥയാണ് ഇമ്പോർട്ടൻറ്റ്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മഞ്ജരീസിലെ മാതാജിമാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അവർ കൃത്യമായി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെന്നൈയിൽ നമ്മുടെ കിച്ചൂട്ട ഇരിക്കുന്ന കണ്ടില്ല, എന്ത് പറ്റി അങ്ങേക്ക്? കിച്ചൂട്ടൻ എൻ്റെ പിന്നിൽ ഇതോ ഇവിടെ ഇരിക്കുന്നുണ്ട് എങ്കിൽ എന്താണ്, ഞാനിവിടെ ചെന്നൈയിലാണ്. കിച്ചൂട്ടൻ ഇല്ല എങ്കിൽ ഓർത്തോ ഞാൻ ചെന്നൈയിലില്ല. അതാണ് ഒരു സിമ്പിൾ. മാതാജി ചെന്നൈയിലില്ല, അതുകൊണ്ടാണ് കിച്ചൂട്ടൻ ഇരിക്കാത്തത് എന്ന് ഓർത്താൽ മതി. ഇപ്പോൾ ഞാൻ എവിടെയൊക്കെ സ്റ്റേ ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ ഞാൻ കൃഷ്ണനെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. കൃഷ്ണൻ ഇല്ലാതെ നമുക്ക് അങ്ങോട്ട് ക്ലാസ് എടുക്കാന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും പോയിട്ട് മാമുണ്ണുക, നല്ല ഫുഡ് കഴിക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, നമുക്ക് നാളെ കാണാം. നാളെ രാവിലെ 8:30. നാളെ നമ്മുടെ ജന്മാഷ്ടമിയുടെ അന്നദാനമാണ് വിത്ത് സ്വീറ്റ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലിസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പം നൈറ്റ് വരും. പിന്നെ നമ്മുടെ ഇതും കൂടി വരും. എന്താണ്, വടകുറുമ്പ ദേവി ക്ഷേത്രം നല്ല പവർഫുൾ ടെമ്പിളാണ് കേട്ടോ, നല്ല ഗംഭീര ടെമ്പിളാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ വെളിച്ചപ്പാട് അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമിന് പോവാണ്. അപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിൽ വെളിച്ചപ്പാടന്മാരുടെ ആ ഒരു തിരുമേനിയുടെ കയ്യിൽ നമ്മളത് ഹാൻഡ് ഓവർ ചെയ്യും മഞ്ജരീസിൻ്റെ പേരിൽ. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ആരെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, പിന്നെ അവിടെ ചുറ്റുവിളക്ക് ഉണ്ട്. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കാത്ത കാര്യമാണ് ചുറ്റുവിളക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് മഞ്ജരീസിലുള്ള മാക്സിമം ആളുകൾ തൃശ്ശൂർ 1-ാം തീയതി എത്താൻ ശ്രമിക്കുക. അപ്പോൾ അവിടെ ഒരു തിരിയെങ്കിലും മഞ്ജരീസിൻ്റെ പേരിൽ, നിങ്ങളുടെ പേരിൽ അവിടെ കത്തിച്ചു കൊടുക്കാൻ കൂടെ കൂടുക. അന്നദാനത്തിൽ കൂടെ കൂടുക. അവിടെ ദേവിക്ക് നമ്മൾ സമർപ്പണം നടത്തുമ്പം കൂടെ നിൽക്കുക. മഞ്ജരീസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ നമ്മളൊരു ധനസഹായം ചെയ്യുമ്പോൾ കൂടെ നിൽക്കുക. എല്ലാത്തിനും നമ്മളൊരു ഫാമിലിയാണ്. ആർക്കും പ്രത്യേകം സ്ഥലമല്ല, എല്ലാവരും ഒരേ എന്താ പറയുക സ്ഥലമാണ്. കുറച്ച് മഴ വേണമെങ്കിൽ അങ്ങോട്ട് അയച്ചിട്ട് തന്നോളൂ, ഞങ്ങൾ സ്വീകരിക്കാൻ റെഡിയാണ്. നല്ലോണം മഴ സ്വീകരിക്കാൻ റെഡിയാണ്. തന്നോളൂ, തീർച്ചയായിട്ടും തന്നോളൂ, ഞാൻ സ്വീകരിക്കാം കേട്ടാ. അപ്പം അങ്ങനെയൊക്കെ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ശുഭരാത്രി. നാളെ രാവിലെ കാണാം. ഹാപ്പി. അപ്പോൾ എല്ലാവരും ഹസ്ബൻഡിനെ എന്ത് വിളിക്കണം? കണ്ണ എന്ന് വിളിക്കണം. മിക്കവാറും വിളിക്കാത്തവർ വിളിച്ചാൽ ചീത്ത ഉറപ്പാണ്. അത് അമ്പിളി മാതാജിക്ക് തരരുത്. അതൊക്കെ ഒരു ഈസി വേ ആണ്, ഒരു ടെക്നിക്കാണ്. ആ ടെക്നിക്കിലെല്ലാം ഒന്ന് ശാന്തമാവും. ഓക്കെ, ഹരേ കൃഷ്ണ.